വെൽക്കം ഫോക്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് സ്വിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സ്വിംഗ് ട്രേഡിംഗ് സെറ്റപ്പ് ആണ്. നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന സ്വിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി തന്നെയാണ്. നിയറസ്റ്റ് റെസിസ്റ്റൻസിനോട് അടുത്ത സ്റ്റോക്സ് ഐഡന്റിഫൈ ചെയ്ത് ബ്രേക്ക് ഔട്ടിന് കാത്തിരിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. എന്നാൽ നിങ്ങൾക്കറിയാം, പ്രോപ്പർ സപ്ലൈ ആൻഡ് ഡിമാൻഡിൻ്റെ ബേസിലാണ് സ്റ്റോക്സ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻട്രിക്ക് റെസിസ്റ്റൻസ് തപ്പുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രോപ്പർ ഡിമാൻഡ് ബേസ്ഡ് സോൺസ് തിരയുന്നതിൽ. അതിനാൽ പ്രോപ്പർ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഐഡന്റിഫൈ ചെയ്ത് ഡിമാൻഡ് ബേസ്ഡ് എൻട്രിക്കായി വീഡിയോ മുഴുവനായിട്ടിരുന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു T4T. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സ്വിംഗ് സെറ്റപ്പ് പറയുന്നതിന് പകരം നമ്മൾ കുറച്ച് സ്ട്രക്ചേർഡ് ഫോമിൽ എന്താണ് സ്വിംഗ് ട്രേഡിംഗ് എന്നുള്ള ഒരു ഷോർട്ട് ടേം മീൻ ബേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, സ്വിംഗ് ട്രേഡിംഗ് മീൻസ് ഹോൾഡിംഗ് ട്രേഡ്സ് ഫ്രം എ ഫ്യൂ ഡേയ്സ് ടു സെവറൽ വീക്സ് ബേസ്ഡ് ഓൺ ദ ബിഗർ മൂവ്സ് ഇൻ ദി മാർക്കറ്റ്. അതായത് മാർക്കറ്റിലെ ബിഗർ മൂവ്സിൻ്റെ ബേസിൽ നമ്മൾ ട്രേഡ്സ് സെവറൽ ഡേയ്സിലേക്കോ സെവറൽ വീക്സിലേക്കോ സെവറൽ മന്ത്സിലേക്കോ ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഓഫ് ട്രേഡിങ്ങിന് പറയുന്ന പേരാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ കാര്യം കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ എന്താണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്? ഹോൾഡ് ട്രേഡ്സ് ഫോർ എ ഫ്യൂ ഡേയ്സ് ടു സെവറൽ വീക്സ്. അതായത് നമ്മുടെ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഫ്യൂ ഡേയ്സ് ആവാം, സെവറൽ വീക്സ് കൂടി ആവാം. അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ ദ മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് മൊമെൻറ്റം, അതായത് മാർക്കറ്റിൻ്റെ സ്ട്രക്ചറിൻ്റെയും അതുപോലെ മൊമെൻറ്റത്തിലും ബേസിലായിരിക്കും സ്വിംഗ് ട്രേഡിംഗ് നടക്കുന്നത്. അതിൻ്റെ ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ക്യാച്ച് സ്വിങ്സ് ബിറ്റ്വീൻ കീ ലെവൽസ്. അതായത് കീ ലെവൽസ് മിറ്റിഗേറ്റ് ചെയ്തും കൊണ്ടുവരുന്ന ആ ഒരു സ്വിങ്സ് ക്യാച്ച് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഗോൾ എന്ന് പറയുന്നത്. അതുപോലെ ഇറ്റ് റിക്വയർസ് പേഷ്യൻസ് മസ്റ്റാണ്. പക്ഷെ എന്താണ്, നമുക്ക് ഡെയിലി സ്ക്രീൻ ടൈമിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ്, എങ്ങനെയാണ്, അതായത് സ്വിംഗ് ട്രേഡിംഗ് എങ്ങനെ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ നിന്നും ലോങ് ടേം ഇൻവെസ്റ്റിംഗിൽ നിന്നും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് നമ്മൾ എന്താണ്, ഇൻട്രാഡേ നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഓപ്പൺ ആൻഡ് ക്ലോസ് ട്രേഡ് വിത്തിൻ ദ സെയിം ഡേ. ഇൻട്രാഡേ എന്ന് പറയുന്നത് നമ്മുടെ ട്രേഡ്സ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നത് ആ സെയിം ഡേയിലായിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഹോൾഡിംഗ് ടൈം എന്ന് പറയുന്നത് മിനിറ്റ്സ് ടു ഹവേഴ്സ് വരെ ആവാം. അതുപോലെ ഗോൾ എന്ന് പറയുന്നത് ക്വിക്ക് പ്രോഫിറ്റ് ഫ്രം സ്മോൾ മൂവ്. മാർക്കറ്റിലെ സ്മോൾ മൂവ്സിൽ ക്വിക്ക് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അതിൻ്റെ ഗോൾ എന്ന് പറയുന്നത്. അതുപോലെ ഇതിൻ്റെ മേജർ നീഡ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് തന്നെയാണ്. ഓക്കെ, ഇതാണ് ഇൻട്രാഡേ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇൻട്രാഡേയും സ്വിംഗ് ട്രേഡിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കുന്നത് ലോങ് ടേം ഇൻവെസ്റ്റിംഗ് ആണ്. ലോങ് ടേം ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഹോൾഡിംഗ് ഫോർ എ മന്ത്സ് ടു ഇയേഴ്സ്. ഇതിലെന്താണ്, ഇതിൻ്റെ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഇൻട്രാഡേയും അതുപോലെ തന്നെ സ്വിംഗ് ബേസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണ്. അതായത് ഹോൾഡിംഗ് മന്ത്സ് ടു ഇയേഴ്സ്. അതുപോലെ തന്നെ എന്താണ്, ബേസ്ഡ് ഓൺ ദ കമ്പനി ഫണ്ടമെന്റൽസ് ഓർ മാക്രോ ട്രെൻഡ്സ്. അതായത് നമ്മളിവിടെ സ്വിംഗ് ട്രേഡിങ്ങിനും ഇൻട്രാഡേ ട്രേഡിങ്ങിനും കൂടുതലായിട്ട് നമ്മൾ ടെക്നിക്കൽസ് യൂസ് ചെയ്യുമ്പോൾ, ലോങ് ടേം ഇൻവെസ്റ്റിംഗ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് കമ്പനി ഫണ്ടമെന്റൽസ് ആണ്. അതുപോലെ തന്നെ ഗോൾ എന്ന് പറയുന്നത് എന്താണ്, ബിൽഡ് വെൽത്ത് ഓവർ ദ ടൈം. ഓക്കെ, വെൽത്ത് ആണ് ഇവിടെ ലോങ് ടൈം ഇൻവെസ്റ്റിങ്ങിന് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇതിന് ലെസ് ആക്റ്റീവ് മാനേജ്മെൻ്റ് ആണ്. അതായത് നമ്മൾ കൂടുതലായിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടതായിട്ട് ഇല്ല എന്നർത്ഥം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സ്വിംഗ് ട്രേഡിംഗ് സെഗ്മെൻറ്റ്സ് ആണ്. അതായത് നമുക്ക് എന്തിലെല്ലാം നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാം? നമുക്ക് സ്റ്റോക്സിൽ ചെയ്യാം, അതായത് കമ്പനീസിൻ്റെ പ്രൈസ് സ്വിങ്സിൻ്റെ ബേസിൽ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ്സിൽ നമുക്ക് സ്വിംഗ് ചെയ്യാം. ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ഒരു അണ്ടർലൈനിങ് അസറ്റ്സിൻ്റെ ബേസിലുള്ള കോൺട്രാക്ട്സ് ആണ് ആക്ച്വലി എന്ത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഡെറിവേറ്റീവ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ഡെറിവേറ്റീവ് ആണ്. ഇതൊരു ടൈം ടെനർ ബേസ് ആണ്. അതായത് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ അതിനൊരു ടൈം ടെനർ ഉണ്ടാവും. ഓക്കെ, ടൈം ടെനർ എന്ന് പറയുന്നത് അതിനൊരു എക്സ്പയറി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എക്സ്പയറി വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോറക്സ് ആണ്. അതായത് നമുക്ക് കറൻസി പെയേഴ്സിൽ നമുക്ക് സ്വിംഗ് ചെയ്യാം. അതുപോലെ ക്രിപ്റ്റോ ആണ്. ക്രിപ്റ്റോയിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്വിംഗ് ചെയ്യാം. അതെന്ന് പറയുന്നത് ബിഗർ മൂവ്സ് ആയിരിക്കും, ഹൈ വോളാറ്റിലിറ്റിയും ആയിരിക്കും. ഓക്കെ, പക്ഷെ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് ആക്ച്വലി കമ്പനി പ്രൈസ് സ്വിങ്സിൻ്റെ ബേസിൽ സ്റ്റോക്സിൽ നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, അപ്പം ഇതിൽ ബെനിഫിറ്റ്സ് ഓഫ് സ്വിംഗ് ട്രേഡിംഗ് ഇൻ സ്റ്റോക്സിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നതിൻ്റെ മേജർ ബെനിഫിറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ലോവർ വോളാറ്റിലിറ്റി. അതായത് ഇതെല്ലാം കമ്പയർ ചെയ്യുന്നതിൽ സ്റ്റോക്സ് എന്ന് പറയുന്നത് ലോവർ വോളാറ്റിലിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്, ടൈം ഫ്രണ്ട്ലി ആണ്. അതായത് നമ്മൾ പറഞ്ഞ പോലെ ഇൻട്രാഡേക്കുള്ള അത്രത്തോളം എഫേർട്ട് ഇതിനില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് നോ ടൈം ടി കെ ആണ്. അതായത് ടൈം ടി കെ നമ്മൾ ഓപ്ഷൻസിലുള്ള മേജർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം ടി കെ, എസ്പെഷ്യലി ഓപ്ഷൻ ബൈയിങ്. ഓക്കെ, നമ്മൾ ഓപ്ഷൻ ഗ്രീക്സ് പഠിച്ചിട്ടുണ്ട്, ഡെൽറ്റ ഗാമ ബീഗ തീറ്റ റോ പിന്നെ വലിയ
ഇമ്പോർട്ടൻസ് ഇല്ല. എന്നിരുന്നാലും തീറ്റ ഡി കെ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പക്ഷേ നമ്മളുടെ സ്റ്റോക്സിൽ അങ്ങനത്തെ ഒരു കാര്യമില്ല. അതുപോലെ പ്ലെൻറ്റി ഓഫ് സെറ്റപ്സ്. ഈ പ്ലെൻറ്റി ഓഫ് സെറ്റപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളിവിടെ സ്റ്റോക്സ് ആണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതായത് കമ്പനീസിൻ്റെ പ്രൈസ് സ്വിങ്സ് ആണ്. അതുകൊണ്ട് ഒരുപാട് സ്റ്റോക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലെൻറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരുപാട് സെറ്റപ്സ് നമുക്ക് അവിടെ കിട്ടാനുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്. ഓക്കെ, അങ്ങനെ നമ്മളുടെ സ്വിംഗ് സെഗ്മെന്റ് പ്രോപ്പറായിട്ട് നമ്മൾ പറഞ്ഞു സ്റ്റോക്സിലാണ് നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇനി നമ്മൾ താഴെ മെൻഷൻ ചെയ്യുന്ന കീ ക്വാളിറ്റീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ആ കീ ക്വാളിറ്റീസ് നമ്മൾ 1 by 1 ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തെ വൺ എന്ന് പറയുന്നത് ട്രെൻഡാണ്. ഓക്കെ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്റ്റോക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ട്രെൻഡ് തന്നിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ലിക്വിഡ് ആണ് അല്ലെങ്കിൽ ലിക്വിഡിറ്റിയാണ്. നമ്മൾ തിരഞ്ഞെടുക്കേണ്ട സ്റ്റോക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട സ്റ്റോക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഹൈലി ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്സ് ആയിരിക്കണം. പല ആളുകളും എന്താണ് എപ്പോഴും ചേസ് ചെയ്യുന്നത് പെന്നി സ്റ്റോക്സ് ആണ്. പെന്നി സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ ലിക്വിഡിറ്റി വളരെ കുറവാണ്, അതിൽ ട്രേഡിംഗ് കുറവാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള ഹൈലി ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിലായിരിക്കും നമുക്ക് എന്താണ് പ്രോപ്പറായിട്ടൊരു സ്മൂത്ത് എൻട്രി ആൻഡ് എക്സിറ്റ്സ് കിട്ടുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വോളറ്റിലിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമുക്കൊരു സ്റ്റേബിൾ വോളറ്റിലിറ്റി ആയിട്ടുള്ള സ്റ്റോക്സ് എങ്കിലും ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ക്ലിയർ സ്ട്രക്ചറാണ്. അതായത് നമ്മൾ പറഞ്ഞതുപോലെ സ്വിംഗ് ട്രേഡിങ്ങിന് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ ആ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്റ്റോക്കിൽ നോക്കുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് പുൾ ബാക്ക് ഫ്രണ്ട്ലി ആണ്. അതായത് പ്രോപ്പർ റീട്രേസ്മെൻറ്റ് തരുന്ന സ്റ്റോക്സ് കൂടിയായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ ക്വാളിറ്റീസ് എല്ലാം ഉൾപ്പെടുന്ന സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പറയാം നിഫ്റ്റി 50 ലാർജ് ക്യാപ് സ്റ്റോക്സും അതുപോലെ ഡെറിവേറ്റീവ്സ്, അതായത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എനേബിൾഡ് ആയിട്ടുള്ള സ്റ്റോക്സിലും നമുക്ക് ഈ കീ ക്വാളിറ്റീസ് എല്ലാം കാണാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, നിഫ്റ്റി 50 സ്റ്റോക്സ് സെർച്ച് ചെയ്തിട്ട് നിഫ്റ്റി 50 സ്റ്റോക്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ ഡെറിവേറ്റീവ്സ്, അതായത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എനേബിൾഡ് ആയിട്ടുള്ള സ്റ്റോക്സ് സെർച്ച് ചെയ്യുക. ആ സ്റ്റോക്സും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. ഇതായിരിക്കണം ആക്ച്വലി ഈ കീ ക്വാളിറ്റീസ് എല്ലാം ഉൾപ്പെടുന്ന സ്റ്റോക്സ് നിങ്ങൾ സ്വിംഗ് ട്രേഡിങ്ങിനായിട്ട് തിരഞ്ഞെടുക്കേണ്ട സ്റ്റോക്സ്. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മേജർ സ്വിംഗ് സ്ട്രാറ്റജിയാണ്, അല്ലെങ്കിൽ മെജോറിറ്റി സ്വിംഗ് സ്ട്രാറ്റജി. നമ്മൾ പറഞ്ഞതുപോലെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന സ്വിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അത് ആക്ച്വലി ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് തന്നെയാണ്. ഓക്കെ, ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് തന്നെയാണ്. അതായത് പ്രൈസ് ഒരു കീ ലെവലിലേക്ക് വരുന്നു. ഇവിടെ കീ ലെവൽ എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ആണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രൈസ് എന്ത് ചെയ്യുന്നു, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഇവിടെ ഫോം ചെയ്യുന്നു. ആ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൈസിൻ്റെ മുകളിലേക്ക് കടത്താതെ റെസിസ്റ്റ് ചെയ്ത് നിർത്തുന്നു. ഓക്കെ, അപ്പോൾ എപ്പോഴും പ്രൈസ് ആ റെസിസ്റ്റൻസിൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് ആളുകൾ കോഷ്യസ് ആയിരിക്കും. ബിക്കോസ് ഓഫ് എന്താണ്, ആ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു കീ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ പ്രൈസ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ ഒരു മൊമെൻറ്റം വരാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ ആ മൊമെൻറ്റത്തിനെ ക്യാച്ച് ചെയ്യാൻ എല്ലാവരും ക്യൂരിയസ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആളുകൾ എന്ത് ചെയ്യും, അഗ്രസീവായിട്ട് എൻട്രി എടുക്കും. കൺസർവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അവിടെ ഒരു ക്യാൻഡിൽ ക്ലോസ് വന്ന് കൺഫോർമേഷനോട് കൂടി എടുക്കും, അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് വെച്ച് ഒരു പുൾ ബാക്കിനായിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത ആളുകൾ എൻട്രി എടുക്കുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ് ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് നമ്മൾ കുറച്ചുകൂടി പ്രോപ്പറായിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്, ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് ഇൻ സ്റ്റോക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ എൻട്രിങ് എ സ്റ്റോക്സ് ട്രേഡ് വെൻ പ്രൈസ് ബ്രേക്സ് അബോവ് ദ റെസിസ്റ്റൻസ് എയിമിംഗ് ടു ക്യാച്ച് ദ സ്ട്രോങ് മൂവ് വിത്ത് വോളിയം ആൻഡ് മൊമെൻറ്റം. അതായത് പ്രൈസ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സ്ട്രോങ് മൂവ് ആളുകൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ആളുകൾ എയിം ചെയ്യുന്നത് എന്താണ്, ആക്ച്വലി വോളിയത്തോട് കൂടിയിട്ടുള്ള ആ മൊമെൻറ്റമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നടക്കുന്ന രണ്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ നടക്കാൻ ചാൻസ് ഉള്ള രണ്ട് കാര്യങ്ങൾ എന്താണ്, ഒന്നെങ്കിൽ അവിടെ ഒരു മൊമെൻറ്റം സംഭവിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് വരും. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് മൊമെൻറ്റവും ഫോൾസ് ബ്രേക്ക് ഔട്ടുമാണ്. മൊമെൻറ്റം നമ്മൾ ആരുടെ വ്യൂവിലാണ്, ഒരു റീറ്റെയിൽ വ്യൂവിലായിരിക്കും നമ്മൾ മൊമെൻറ്റം നോക്കുന്നത്. ഫോൾസ് ബ്രേക്ക് ഔട്ട് നമ്മൾ എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂവിൽ കൂടിയായിരിക്കും നോക്കുന്നത്. അങ്ങനെ നമ്മൾ ബ്രേക്ക് ഔട്ട് ട്രേഡിങ്ങിൻ്റെ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് മൊമെൻറ്റം ആണ്. ഓക്കെ, മൊമെൻറ്റം നമ്മൾ ആരുടെ വ്യൂവിലാണ് വായിക്കുന്നത്, റീറ്റെയിൽ ട്രേഡറുടെ വ്യൂവിലാണ്. അതായത് ബ്രേക്ക് ഔട്ട് മൊമെൻറ്റം എന്ന് പറയുന്നത് നമ്മൾ റീറ്റെയിൽ വ്യൂവിൽ നോക്കുകയാണെങ്കിൽ വെൻ പ്രൈസ് ബ്രേക്സ് എ കീ ലെവൽ, അതായത് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് ഫസ്റ്റ് വന്ന ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു, എഗെയിൻ പ്രൈസ് വന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ ടാപ്പ് ചെയ്ത് താഴേക്ക് പോയി. ഓക്കെ, ഇതെന്തായി മാറി, ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഫോമായി. ഞാൻ പറഞ്ഞതുപോലെ ഒരു റെസിസ്റ്റൻസിൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് ആളുകൾ ക്യൂരിയസ് ആയിരിക്കും. എന്താണ് ക്യൂരിയസ് ആണെന്ന് പറയാൻ കാരണം, പ്രൈസ് ഒന്നെങ്കിൽ അവിടെ എന്താണ്, പ്രൈസ് അവിടെ നിന്ന് എഗെയിൻ താഴേക്ക് വരും. അതുപോലെ തന്നെ എന്താണ്, അത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു മൊമെൻറ്റം വരും. ഓക്കെ, അപ്പോൾ എന്താണ്, വെൻ പ്രൈസ് ബ്രേക്സ് എ കീ ലെവൽ, ഇവിടെ കീ ലെവൽ എന്ന് പറയുന്നത് ആ റെസിസ്റ്റൻസ് ആണ്.
ഓക്കെ, ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മെനി റീറ്റെയിൽ ട്രേഡേഴ്സ് എൻട്രി ടുഗർ, എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങ് എൻട്രി എടുക്കും. അതിൻ്റെ കാരണങ്ങൾ എന്താണ്? ഒന്നെന്ന് പറഞ്ഞാൽ ഹേർഡ് മെൻറ്റാലിറ്റിയാണ്. ഹേർഡ് മെൻറ്റാലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? കേട്ടറിവ്. ഓക്കെ, എന്താണ്? ആളുകൾ പറഞ്ഞു കൊടുക്കും, ഓക്കെ ഈ ഒരു സ്റ്റോക്ക് റെസിസ്റ്റൻസോടെ അടുക്കുന്നുണ്ട്, ആ സ്റ്റോക്സ് റെസിസ്റ്റൻസോടെ അടുക്കുന്നുണ്ട്, ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് റെസിസ്റ്റൻസ് പോകാൻ ചാൻസ് ഉണ്ട്, അവിടെ ഒരു മൊമെൻറ്റം കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഇതുപോലെ എന്താ റെസിസ്റ്റൻസോട് അടുക്കുന്ന സ്റ്റോക്സ് എല്ലാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോപ്പർ ഡാറ്റ ടെലഗ്രാമിൽ വരും, യൂട്യൂബിൽ ടിപ്സ് ആയിട്ട് വരും. അപ്പോൾ അത് ഇൻഫ്ലുവൻസ് ആയും കൊണ്ട് കുറേ ആളുകൾ അവിടെ ട്രേഡ് എടുക്കും. പിന്നെ ഉള്ളതെന്ന് എന്താണ്? ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഇതൊക്കെ കാരണം കൊണ്ട് എന്താണ്? ഇനി ഈ ഒരു ബ്രേക്ക് ഔട്ട്, ഓക്കെ ആണ്ടിൽ വരുന്ന ഒരു ബ്രേക്ക് ഔട്ട് ആയിരിക്കും, അത് ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു മൊമെൻ്റ് എനിക്ക് മിസ്സായി പോകുന്നുള്ള ആളുകളുടെ ആ ഒരു ഫോമോ, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഓക്കെ അത് കാരണം ആളുകൾ എൻട്രി എടുക്കാം. അപ്പോൾ എന്താണ്? ഹിയർഡ് മെൻറ്റാലിറ്റി, ടെലഗ്രാം, യൂട്യൂബ് ടിപ്സ്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഓക്കെ ഈ കാര്യങ്ങളുടെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് കാരണം എന്താണ്? ദിസ് റഷ് ക്രിയേറ്റ്സ് ദ മൊമെൻറ്റം. ഓക്കെ ഈ ഒരു റീറ്റെയിൽ റഷ് ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പ്രൈസിനെ മുകളിലേക്ക് ഫാസ്റ്റായിട്ട് പുഷ് ചെയ്യുന്നു. അങ്ങനെയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ആവുന്നു, ഇവിടെ ആ ഒരു ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ആവുന്നു, അവിടെ ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ആവുന്നു. പക്ഷേ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇവിടെ ഒരു സ്മാർട്ട് മണിയുടെ ഇൻവോൾവ്മെൻ്റ് അവിടെ വരുവാണെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് ആവാനുള്ള പോസിബിലിറ്റി അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ബ്രേക്ക് ഔട്ട് ട്രേഡിങ്ങിൻ്റെ രണ്ടാമത്തെ എലമെൻ്റ് ആയിട്ടുള്ള ഫേക്ക് ബ്രേക്ക് ഔട്ട് ആണ് ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് വരുന്നു, ഒരു കീ ലെവൽ എത്തിയിട്ട് പ്രൈസ് ഡ്രോപ്പ് ആവുന്നു. അതിനുശേഷം എഗെയിൻ ആ കീ ലെവലിലേക്ക് പോകുന്ന സമയത്ത് എഗെയിൻ പ്രൈസ് ഡ്രോപ്പ് ആവുന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഡബിൾ ടോപ്പ് ഇവിടെ ഫോമായി. അതായത് ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലേക്ക് വരുന്നു, ഒരു സ്പെസിഫിക് ഏരിയയിൽ നിന്ന് പ്രൈസ് ഡ്രോപ്പ് ആവുന്നു. അതിനുശേഷം എഗെയിൻ പ്രൈസ് ആ ഒരു ഏരിയയിലേക്ക് പോകുന്നു, ആ ഒരു സെയിം കീ ലെവൽ എത്തുന്ന സമയത്ത് പ്രൈസ് താഴേക്ക് വരുന്നു. അപ്പോൾ എന്താണ്? ആക്ച്വലി ഇവിടെ എന്താണ്? ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കപ്പെടും. ഒരു റീറ്റെയിൽ വ്യൂവിൽ എന്താണ്? ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കപ്പെടും. ഓക്കെ, അപ്പോൾ ഇനി പ്രൈസ് എന്ത് ചെയ്യുന്നു? ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഓക്കെ, ഒന്നെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് മൊമെൻറ്റം കാണിച്ച് പ്രൈസ് മുകളിലേക്ക് പോകാം, അല്ലെങ്കിൽ എഗെയിൻ പ്രൈസ് അവിടെ നിന്ന് താഴേക്ക് വന്ന ഒരു ട്രിപ്പിൾ ടോപ്പ് ക്രിയേറ്റ് ആവാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ റെസിസ്റ്റൻസിലേക്ക് പ്രൈസ് എത്തുന്ന സമയത്ത് ആളുകൾ അവിടെ ക്യൂരിയസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്? ഒരു സ്ട്രോങ് ക്യാൻഡിലോട് കൂടി പ്രൈസ് ബ്രേക്ക് തന്നിട്ടുണ്ട്, ഒരു ബോഡി ക്ലോസോട് കൂടി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ്? ഒരുപാട് പേരെന്ത് ചെയ്യും? ഇവിടെ എൻട്രി വന്നിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു പുൾ ബാക്കിലായിട്ടും ഇവിടെയൊക്കെ ആയിട്ട് എന്താണ്? സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു? സഡൻ ആയും കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? പ്രൈസ് ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് ഇവിടെ ക്രിയേറ്റ് ആവുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫേക്ക് ബ്രേക്ക് ഔട്ട് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിലാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ഫേക്ക് ബ്രേക്ക് ഔട്ട് നോക്കുന്നത്. എന്താണ്? ബിഗ് പ്ലേയേഴ്സ് പുഷ് പ്രൈസ് എബോവ് ദ റെസിസ്റ്റൻസ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേയേഴ്സ് അല്ലെങ്കിൽ ലാർജ് ബിഗ് ഫൈനാൻഷ്യൽ ബാങ്ക്സ്, അതുപോലെ AMCs, മ്യൂച്വൽ ഫണ്ട്സ്, ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? പ്രൈസിനെ റെസിസ്റ്റൻസിലേക്ക് പുഷ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ട്രിഗർ ദ ഇൻട്രാഡേ റീറ്റെയിൽ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ്. അതായത് നമുക്ക് സ്വിംഗ് ബേസിൽ നമുക്ക് ഷോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല സ്റ്റോക്സ്, നമുക്ക് ഇൻട്രാഡേ ബേസിൽ സ്റ്റോക്കിനെ ഷോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇൻട്രാഡേ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് കളക്ട് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ യൂസ് ദ റീറ്റെയിൽ ഓർഡേഴ്സ് ആസ് ലിക്വിഡിറ്റി ടു സെൽ ദെയർ പൊസിഷൻസ് അറ്റ് ബെറ്റർ പ്രൈസ്. അതായത് ഇൻ കേസ് നിങ്ങൾ മനസ്സിലാക്കുക, സ്റ്റോക്സിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എൻട്രീസും ഉണ്ടാവും. അപ്പോൾ അവർക്കും എന്ത് ചെയ്യണം? ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ എക്സിക്യൂട്ട് ചെയ്ത ഓർഡേഴ്സ് അവരുടെ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പൊസിഷൻസ് എക്സിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവർ എക്സിറ്റ് ചെയ്യുന്നത് ഇതുപോലെ റീറ്റെയിൽ എൻട്രി എടുക്കുന്ന ഏരിയയിലായിരിക്കും. ഓക്കെ, ബെറ്റർ പ്രൈസിന് അവർക്ക് സെല് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആഫ്റ്റർ അബ്സോർബിങ് ദ റീറ്റെയിൽ ബൈസ്, പ്രൈസ് റിവേഴ്സ് ട്രാപ്പിംഗ് ട്രേഡേഴ്സ് ആൻഡ് സ്റ്റാർട്ട് ദ റിയൽ മൂവ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ പിക്ചറൈസ് ചെയ്തിട്ട് വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ്. വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, മാർക്കറ്റിൽ ഇന്റർ ബാങ്ക് പ്രൈസ് ഡെലിവറി അൽഗോരിതം എന്ന് പറയുന്നത് പോലെ യൂട്യൂബിനും ഒരു അൽഗോരിതം ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടുന്നുവെന്ന് ആത്മാർത്ഥമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഇനി നമ്മൾ പ്രോപ്പറായിട്ട് ഒരു സ്റ്റോക്കിൽ ഫേക്ക് ബ്രേക്ക് ഔട്ട് എങ്ങനെ നടക്കുന്നുവെന്ന് ലോജിക്കലി പറയാൻ വേണ്ടി പോവാണ്, കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സിഗ്സാഗ് പാറ്റേൺ എന്ന് പറയുന്നത് ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ്മെൻ്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് കാരണം താഴെ ഒരു സപ്പോർട്ടും മുകളിൽ ഒരു റെസിസ്റ്റൻസും ഫോമായി. ഓക്കെ, ഇവിടെ നോക്കൂ, റെസിസ്റ്റൻസ്, അതായത് പ്രൈസ് മുകളിലേക്ക് പോകുന്നു, ഒരു കീ ലെവലിൽ നിന്ന് പ്രൈസ് ഡ്രോപ്പ് ആവുന്നു, എഗെയിൻ പ്രൈസ് ആ ഒരു കീ ലെവലിലേക്ക് പോകുന്നു, പ്രൈസ് ഡ്രോപ്പ് ആവുന്നു.
ഓക്കെ, അപ്പോൾ റീറ്റെയിൽ മെൻറ്റാലിറ്റിയിൽ റീറ്റെയിലിൽ എന്താണ്, ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ഫോമായി, ഇതൊരു ഇമ്പോർട്ടൻറ്റ് കീ ലെവലായിട്ട് മാറി. അതിനുശേഷം ആ പ്രൈസ് ഡ്രോപ്പ് ചെയ്ത് താഴെ പോകുന്നു, ഒരു ഇമ്പോർട്ടൻറ്റ് കീ ലെവലിൽ എത്തുന്ന സമയത്ത് പ്രൈസ് മുകളിലേക്ക് പുഷ് ആവുന്നു. അതിനുശേഷം എഗെയിൻ പ്രൈസ് താഴേക്ക് വരുന്ന സമയത്ത് എന്താണ്, എഗെയിൻ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്തായി, ഇതൊരു സപ്പോർട്ടായിട്ട് മാറി. മുകളിൽ എന്താണ്, ഒരു റെസിസ്റ്റൻസും താഴെ എന്താണ്, ഒരു സപ്പോർട്ടുമായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഒരു സപ്പോർട്ടിൻ്റെ താഴെ എപ്പോഴും സ്റ്റോപ്പ് ലോസസ് ഉണ്ടാവും, ഒരു റെസിസ്റ്റൻസിൻ്റെ മുകളിലും സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉണ്ടാവും. അതിനെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ലിക്വിഡിറ്റീസ് എന്ന് പറയും. റെസിസ്റ്റൻസിൻ്റെ മുകളിൽ ഒരു സ്റ്റോക്കിനെ ബേസ് ചെയ്തും കൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ മുകളിലായിട്ട് എന്തുണ്ടാവും, ഇൻട്രാഡേ സെൽ സ്റ്റോപ്പ് ഓർഡേഴ്സ് ഉണ്ടാവും. ഇൻട്രാഡേ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉണ്ടാവും. ഇൻട്രാഡേ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉണ്ടാവും. ഓക്കെ, ബിക്കോസ് ഓഫ് ഇൻട്രാഡേ ബേസിൽ മാത്രമേ സ്റ്റോക്കിനെ ഷോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഓക്കെ, ആ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ ആക്ച്വലി എന്തുണ്ടാവും, ഇൻട്രാഡേ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ സെല്ല് ചെയ്ത ആളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ബൈ ഓർഡർ ആണ്. റെസിസ്റ്റൻസിൻ്റെ മുകളിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് റെസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, താഴേക്ക് നമ്മൾ സപ്പോർട്ടിൻ്റെ താഴെ എന്തുണ്ടാവും, സപ്പോർട്ടിൽ നിന്ന് ആളുകൾ ബൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ബൈ ചെയ്ത പൊസിഷൻ്റെ സ്റ്റോപ്പ് ലോസുകൾ എപ്പോഴും സപ്പോർട്ടിന് താഴെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കുന്നത് എപ്പോഴും എന്തായിരിക്കും, സപ്പോർട്ടിൻ്റെ താഴെയുള്ള ലിക്വിഡിറ്റീസ് കളക്ട് ചെയ്യാനാണ്. ഓക്കെ, ബിക്കോസ് ഓഫ് നോക്കുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ പ്രൈസ് ചാർട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നതും സപ്പോർട്ട് റെസിസ്റ്റൻസ് വരച്ചു വെച്ചിട്ടുള്ളതും. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ഇതിൽ എൻട്രി എടുക്കണം എന്ന് വിചാരിക്കുക, ഒരു 10 lakh ഷെയർസ് എന്ത് ചെയ്യണം, ബൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഒരു 10 lakh ഷെയർസ് ബൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ നമ്മളൊരു 10 lakh ഷെയർസ് ബൈ ചെയ്യണമെങ്കിൽ, നമുക്ക് അവിടെ ആ എൻട്രി എക്സിക്യൂട്ട് ആവണമെങ്കിൽ ഓപ്പോസിറ്റ് എന്ത് വേണം, 10 lakh ഷെയർസ് സെല്ല് ചെയ്യാൻ ആൾ വേണം, അല്ലേ, കൗണ്ടർ പാർട്ടി വേണം. നമുക്ക് 10 ലക്ഷം ഷെയർസ് ബൈ ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് 10 ലക്ഷം സെല്ല് ചെയ്യാൻ ആൾ വേണം. ഓക്കെ, അപ്പോൾ ഇപ്പം നിൽക്കുന്ന കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ചെക്ക് ചെയ്യും ലിക്വിഡിറ്റി എവിടെയുണ്ടെന്ന്. ഓക്കെ, ലിക്വിഡിറ്റി എവിടെയുണ്ടെന്ന് നോക്കും. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്ത് ലിക്വിഡിറ്റിയാണ് വേണ്ടത്, ബൈ ചെയ്യണമെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ബൈ ചെയ്യണമെങ്കിൽ കൗണ്ടർ ലിക്വിഡിറ്റി വേണം. അതായത് ബൈ ചെയ്യണമെങ്കിൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി വേണം. ഇവിടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എവിടെയാണുള്ളത്, സ്റ്റോപ്പ് ലോസ് ഉള്ളത് സപ്പോർട്ടിന് താഴെ, അതായത് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ബൈ ഓർഡേഴ്സ് വന്നിട്ടുണ്ടാവുമല്ലോ, അതായത് ബൈ പൊസിഷൻസ് ആളുകൾ എടുത്തിട്ടുണ്ടാവുമല്ലോ, അവരുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് സെൽ ഓർഡേഴ്സ് ആയിരിക്കും. അതായത് നിങ്ങളൊരു ബൈ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു സ്റ്റോപ്പ് ലോസ് വെക്കുമല്ലോ, വെക്കുന്നവരാണെങ്കിലും ഉണ്ടാവും. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് സെൽ ഓർഡർ ആയിരിക്കും. നമ്മളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്താണ്, സ്റ്റോപ്പ് ലോസ് എപ്പോഴും വെക്കേണ്ടത് ഒരു സപ്പോർട്ടിന് താഴെ. നമ്മൾ വൃത്തിയായിട്ട് അത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സപ്പോർട്ടിന് താഴെ എന്തുണ്ടാവും, ബൈ ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ബൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം, കൗണ്ടർ ഓർഡേഴ്സ് വേണം. എന്ത് വേണം, ബൈ ചെയ്യണമെങ്കിൽ കൗണ്ടർ സെൽ ഓർഡേഴ്സ് വേണം. അതുകൊണ്ട് പ്രൈസ് എന്ത് ചെയ്യുന്നു, പ്രൈസിനെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉള്ള ഏരിയയിലേക്ക് പ്രൈസിനെ താഴ്ത്തുന്നു. ഇതുവരെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഇനി നമ്മൾ എക്സിക്യൂഷൻ ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓക്കെ, ഈ ഒരു സിമ്പിൾ ഇട്ടുണ്ടല്ലോ, ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് സപ്പോർട്ടിൻ്റെ താഴെയുള്ള ലിക്വിഡിറ്റീസ് ആണ്. ഓക്കെ, നോക്കൂ, സപ്പോർട്ടിന് താഴെ എന്തുണ്ട്, ലിക്വിഡിറ്റീസ് ഉണ്ട്. അവർ ഫോക്കസ് ചെയ്യുന്നത് ലിക്വിഡിറ്റീസ് ആണ്. ഓക്കെ, അപ്പം അവർ ബൈ ചെയ്യുന്നത് എവിടെയാണ്, അവർ ബൈ ചെയ്യുന്നത് സപ്പോർട്ടിൻ്റെ താഴെയുള്ള ലിക്വിഡിറ്റീസ് ടേക്ക് ഔട്ട് ചെയ്തിട്ടാണ്. ഓക്കെ, അവർ ബൈ ചെയ്യുന്നത്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ചെയ്യുന്നത് ആക്ച്വലി സപ്പോർട്ടിന് താഴെയുള്ള സെൽ ഓർഡേഴ്സ് ഫോക്കസ് ചെയ്തും കൊണ്ടാണ്. ഓക്കെ, സെൽ ഓർഡേഴ്സ് ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, റീറ്റെയിലർ, ഇതാണ് റീറ്റെയിലറുടെ ഒരു സിമ്പിൾ ഇട്ടാണ്. റീറ്റെയിലർ എന്താ നോക്കുന്നത്, സപ്പോർട്ട് നല്ല ബൈ, പ്രൈസ് കയറി റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോഴേ ഞങ്ങൾ എൻട്രി എടുക്കൂ, കാരണം ഞങ്ങൾ അത്രയും കൺഫോർമേഷൻസ് നോക്കുന്ന ആളുകളാണ്. ഓക്കെ, അപ്പം ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രിഗറിലേക്ക് പോവുകയാണെങ്കിൽ പ്രൈസിന് എന്ത് ചെയ്യും, സപ്പോർട്ടിലേക്ക് കൊണ്ടുവന്ന് സപ്പോർട്ടിലെ താഴെയുള്ള ലിക്വിഡിറ്റീസ് എല്ലാം കളക്ട് ചെയ്യും. അതായത് സപ്പോർട്ടിന് താഴെ എന്തുണ്ട് നമ്മൾ പറഞ്ഞു, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് ഉണ്ട്.
സെൽ ഓർഡേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ആ സെൽ ഓർഡേഴ്സിനെ എല്ലാം കളക്ട് ചെയ്ത്, അതായത് പ്രൈസ് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്താവും, സപ്പോർട്ടിന് താഴെയുള്ള ലിക്വിഡിറ്റീസ്, അതായത് സപ്പോർട്ടിന് താഴെയുള്ള സ്റ്റോപ്പ് ലോസ് എല്ലാം ട്രിഗർ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഇൻട്രാഡേക്ക് ആളുകൾ സെല്ല് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഇവിടെ മോർ ഓവർ എന്ത് ചെയ്യുന്നു, ഇവിടെയുള്ള സെൽ ഓർഡേഴ്സിനെ എല്ലാം അവരെന്ത് ചെയ്യുന്നു, ബൈ ഓർഡർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതായത് അവർക്ക് ബൈ ചെയ്യണമെങ്കിൽ സെൽ ഓർഡേഴ്സ് വേണം. സെൽ ഓർഡേഴ്സ് ഉള്ള ഏരിയയിലേക്ക് പ്രൈസിനെ താഴ്ത്തി ഇവിടെയുള്ള സെൽ ഓർഡേഴ്സ് എല്ലാം കൺവേർട്ടഡ് ഇൻ ടു ബൈ ഓർഡേഴ്സ് ആക്കി മാറ്റി അതിനുശേഷം എന്ത് ചെയ്യുന്നു, പ്രൈസിനെ മുകളിലേക്ക് പുഷ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞതിൽ എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ എൻട്രി എടുത്ത ഏരിയ നോക്ക് നിങ്ങൾ, സപ്പോർട്ടിന് താഴെയുള്ള സ്റ്റോപ്പ് ലോസസ് എല്ലാം ട്രിഗർ ചെയ്യിച്ചും കൊണ്ട് ആ സ്റ്റോപ്പ് ലോസ് എല്ലാം അവരുടെ എൻട്രി പൊസിഷനായിട്ട് അവർ കൺവേർട്ട് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, പ്രൈസിനെ മുകളിലേക്കായിട്ട് പുഷ് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസിനോട് അടുക്കുന്നുണ്ട് പ്രൈസ്. ഓക്കെ, ഇപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ മൊമെൻറ്റം. റീറ്റെയിൽ വ്യൂവിൽ ഞാൻ മൊമെൻറ്റം പറഞ്ഞല്ലോ, നമ്മളുടെ ഹേർഡ് മെൻറ്റാലിറ്റി, യൂട്യൂബ് ടിപ്സ്, ടെലഗ്രാം ഗ്രൂപ്പ് ചാനലിൽ, അതുപോലെ തന്നെ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഒക്കെ വരും. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ റീറ്റെയിലേഴ്സ് ഓൺ ആവാൻ തുടങ്ങും. എന്ത് ചെയ്യുന്നു, പ്രൈസ് റെസിസ്റ്റൻസിലേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഇനി നമ്മൾ നോക്കുന്നത്, ഇനി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നുമില്ല, നമ്മൾ റീറ്റെയിലേഴ്സ് വരികയാണ്. റീറ്റെയിലേഴ്സിന് എന്ത് വേണം, റെസിസ്റ്റൻസിൻ്റെ മുകളിൽ എന്ത് വരണം, ഇവിടെ ഒരു ക്യാൻഡിൽ ക്ലോസോട് കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കും. ഓക്കെ, നമ്മളിവിടെ എൻട്രി എടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, റീറ്റെയിലേഴ്സ് ട്രിഗർ ആവുകയാണ്. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്യുന്നു, ആ റെസിസ്റ്റൻസിനോട് അടുക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ ബൈ ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നുണ്ട്. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ എന്താണ്, ബൈ ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. നമ്മൾ മീൻസ് നമ്മൾ റീറ്റെയിലേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താവുന്നു, ഒരു ഡിമാൻഡ് ഇവിടെ ക്രിയേറ്റ് ആവുന്നു. ഓക്കെ, ഡിമാൻഡ് ഇവിടെ ക്രിയേറ്റ് ആവുന്നു. ഓക്കെ, അതിനുശേഷം എന്താണ്, പ്രൈസ് എന്ത് ചെയ്യുന്നു, ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞ പോലെ പ്രൈസ് എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരുപാട് ആളുകൾ ബൈ ചെയ്യാൻ വേണ്ടി റെഡി ആവുന്നു. ഓക്കെ, ആക്ച്വലി ഇവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. ഓക്കെ, ഇവിടെയാണ് ആക്ച്വലി ട്വിസ്റ്റ് വരുന്നത്. അതായത് ഇവിടെ നിന്ന് ബൈ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷന് ഈ ഓർഡർ സെല്ല് ചെയ്യണം. ഓക്കെ, ഈ ഇൻസ്റ്റിറ്റ്യൂഷന് ഈ എൻട്രി എടുത്തിട്ടുണ്ട്, അവരെന്ത് ചെയ്യണം, അവരുടെ പൊസിഷന് അവർക്ക് സെല്ല് ചെയ്യണം. ഓക്കെ, ആ ഇൻസ്റ്റിറ്റ്യൂഷന് 10 ലക്ഷം ഷെയർസ് ബൈ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷന് ഈ 10 ലക്ഷം ഷെയർസ് സെല്ല് ചെയ്യണം. അപ്പോൾ എന്ത് വേണം, അവിടെ 10 ലക്ഷം ബൈ ചെയ്യാൻ റെഡി ആവണം. ഓക്കെ, അപ്പോൾ അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് എവിടെയാണ്, റീറ്റെയിലേഴ്സ് ബൈ ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഏരിയയിൽ. ഓക്കെ, റീറ്റെയിലേഴ്സ് ബൈ ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഏരിയയിൽ അവരെന്ത് ചെയ്യുന്നു, സെല്ല് ചെയ്യാൻ റെഡി ആവുന്നു. അതായത് അവർ സെല്ല് ചെയ്യുന്നത് എവിടെയാണ്, റീറ്റെയിലേഴ്സ് ബൈ ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഏരിയയിലേക്ക്. അങ്ങനെ പ്രൈസ് എന്ത് ചെയ്യുന്നു, താഴേക്ക് ഡ്രോപ്പ് ആവുന്നു. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്യുന്നു, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഒരുപാട് ആളുകൾ വാങ്ങുന്നു. ഓക്കെ, ഇവിടെ ആളുകൾ വാങ്ങുന്ന ഷെയർ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്യുന്ന ഷെയർസാണ് അവർ വാങ്ങിക്കൂട്ടുന്നത്. അപ്പോൾ റീറ്റെയിലേഴ്സ് വാങ്ങുന്നത് എവിടെ നിന്നാണ്, ലിക്വിഡിറ്റീസ് കളക്ട് ചെയ്ത്, അതായത് റീറ്റെയിൽ സ്റ്റോപ്പ് ലോസസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് അവരുടെ ആയിട്ടുള്ള ഓർഡേഴ്സ് ക്രിയേറ്റ് ചെയ്ത് അവർ സെല്ല് ചെയ്യുന്നത് റീറ്റെയിലേഴ്സ്, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ വാങ്ങാൻ ചാൻസ് ഉള്ള ഏരിയ ഏതാണ്, അവിടെ കൊണ്ടുപോയിട്ട് അവർ വിൽക്കും. സിമ്പിൾ ലോജിക്ക് അത്രയേ ഉള്ളൂ. ആ വാങ്ങുന്ന ഏരിയ ഏതാണ്, റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, അവർ സപ്പോർട്ടിൽ നിന്ന് വാങ്ങിയിട്ട് റെസിസ്റ്റൻസ് കൊണ്ടുപോയിട്ട് വിൽക്കും. ഓക്കെ, കുറച്ചുകൂടി ഐഡിയൽ ആയിട്ടുള്ള ഒരു ടേം പറയുകയാണെങ്കിൽ ഡിസ്കൗണ്ടിന് വാങ്ങിയിട്ട് പ്രീമിയത്തിൽ കൊണ്ടുപോയി വിൽക്കും. നമ്മളെന്താ ചെയ്യുന്നത്, നമ്മൾ പ്രീമിയത്തിൽ നിന്ന് വാങ്ങിയിട്ട് അതിനേക്കാൾ കൂടിയ പ്രീമിയത്തിൽ കൊണ്ടുപോയിട്ടാണ് വിൽക്കുന്നത്. അവിടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് പ്രോപ്പറായിട്ട് വരുന്നത് എപ്പോഴും എങ്ങനെയാണ്, ഡിസ്കൗണ്ടിൽ നിന്ന് വാങ്ങിയിട്ട് പ്രീമിയത്തിൽ നിന്ന് വിൽക്കുന്നത്. പ്രോപ്പർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നത് എന്താണ്, അവരെപ്പോഴും അവരുടെ ക്ലയൻസിൻ്റെ മണിയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരെന്താണ്, പ്രോപ്പർ അനലിറ്റിക്കോട് കൂടിയ കാര്യങ്ങൾ ചെയ്യും. നമ്മളെന്താ ചെയ്യുന്നത്, നമ്മളിതുപോലെ ഹേർഡ് മെൻറ്റാലിറ്റി, ഓരോരുത്തരുടെ ടിപ്സ്, ഫിയർ ഓഫ് മിസ്സിങ്, സൈക്കോളജിക്കൽ ബാരിയർ, അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് അതിലെ ഇൻഫ്ലുവൻസ് ആയിക്കൊണ്ടാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഓക്കെ, അപ്പം സിമ്പിളായിട്ട് മനസ്സിലാക്കിക്കോ, ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എൻട്രി എന്ന് പറയുന്നത് റീറ്റെയിൽ സ്റ്റോപ്പ് ലോസ്, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് അത് ബൈ ഓർഡേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി അവർ ചെയ്ത അവരുടെ ഈ ഒരു ബൈ ഓർഡർ എന്ന് അവർ ആ ഒരു ബൈ ഓർഡർ സെൽ ഓർഡർ ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് പൊസിഷൻസ് എക്സിറ്റ് ചെയ്യുന്നത് എവിടുന്നാണ്, റീറ്റെയിലേഴ്സ് എൻട്രി എടുക്കുന്ന ഏരിയയിലാണ്. ഓക്കെ, ഏകദേശം കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ എഗെയിൻ നമ്മളുടെ ആ ഒരു സ്ലൈഡിലേക്ക് തിരിച്ചു വരാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഫേക്ക് ബ്രേക്ക് ഔട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ, ഈ ഒരു ബ്രേക്ക് ഔട്ട് ഫെയിൽ ആയതിൻ്റെ റീസൺ എന്താണ്,
ഇതാ സിമ്പിളായിട്ട് ഇതാ ഇവിടെ രണ്ടാമത്തെ പൊസിഷനിൽ കൊടുത്തിട്ടുണ്ട്. യൂസ് ദ റീറ്റെയിൽ ഓർഡേഴ്സ് ആസ് ലിക്വിഡിറ്റി ടു സെൽ ദയർ പൊസിഷൻസ് അറ്റ് ബെറ്റർ പ്രൈസ്. അവർക്ക് എന്ത് ചെയ്യണം? ബെറ്റർ പ്രൈസിന് വാങ്ങിയിട്ട് അതിനേക്കാൾ ബെറ്റർ പ്രൈസിന് അവർക്ക് സെല്ല് ചെയ്യണം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? റീറ്റെയിൽ ഓർഡേഴ്സിന് ഒരു ലിക്വിഡിറ്റി ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? അവരുടെ പൊസിഷൻസ് സ്ക്വയർ ഓഫ് ചെയ്യുന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സ്ക്വയർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ടിൻ്റെ ലോജിക്ക് മനസ്സിലായല്ലോ. അങ്ങനെ നമ്മൾ പറഞ്ഞ ഈ ലോജിക്കിനെ ഒന്നുകൂടി തറവായിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ഈ സ്ലൈഡ് സഹായിക്കും. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? പ്രൈസ് മുകളിലേക്കൊരു മൂവ് നടത്തിയതിനു ശേഷം പ്രൈസ് എന്ത് ചെയ്യുന്നു? ഒരു സൈഡ് വേസ് മൂവ് കാണിക്കുന്നു. ഓക്കെ, മുകളിൽ എന്ത് ചെയ്യുന്നു? ഒരു റെസിസ്റ്റൻസ് ഫോം ആവുന്നു, താഴെ ഒരു സപ്പോർട്ട് ഫോം ആവുന്നു. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് പുഷ് ചെയ്യുന്നു, അതിനുശേഷം എഗെയിൻ പ്രൈസ് ആ ലെവലിലേക്ക് ഒന്ന് പുഷ് ആവുന്നു, അതിനുശേഷം എഗെയിൻ പ്രൈസ് പോകുന്നു. ഇവിടെ എന്താണ്? ഒരു കീ ലെവൽ ഇവിടെ ക്രിയേറ്റ് ആവുന്നു. നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്തും കൊണ്ട് എന്തായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് മുകളിലേക്ക് പോകുന്നു, പ്രൈസ് ഡ്രോപ്പ് ആവുന്നു, പ്രൈസ് മുകളിലേക്ക് പോകുന്നു, ഡ്രോപ്പ് ആവുന്നു, പ്രൈസ് മുകളിലേക്ക് പോകുന്നു, ഡ്രോപ്പ് ആവുന്നു. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ നോക്കുന്ന സമയത്ത് എന്താണ്? അവർക്ക് വേണ്ടത് ബൈ ഓർഡേഴ്സ് ആണ്. അവർക്ക് വേണ്ടത് ബൈ എൻട്രീസ് ആണ്. അവർക്ക് ബൈ എൻട്രീസ് വേണമെങ്കിൽ അവർക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് വേണം. ഓക്കെ, അവരെന്ത് ചെയ്യുന്നു? പ്രൈസിനെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉള്ള ഏരിയയിലേക്കായിട്ട് പ്രൈസിനെ താഴ്ത്തുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഈ സപ്പോർട്ടിന് താഴെ, അതായത് ഇവിടെ നിന്ന് ബൈ നിങ്ങളൊന്ന് കോമൺ സെൻസ് ആയിട്ട് ആലോചിച്ച് നോക്കുക. ഇവിടെ നിന്ന് ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ ആളുകൾ എൻട്രി എടുക്കുന്നു. കോമൺ ആയിട്ട് വരാനുള്ള സ്റ്റോപ്പ് ലോസ് ഏരിയ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. ഓക്കെ, പിന്നെ എന്താണ്? പ്രൈസ് ഈ ഓരോ സ്വിങ് ബ്രേക്കിലൊക്കെ എന്താണ്? നമ്മൾ നിയറസ്റ്റ് ആയിട്ട് നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏതാണ്? അവിടെയെല്ലാം നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുക. നമ്മളെ പഠിപ്പിച്ച് വെച്ചതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം അങ്ങനെ തന്നെയല്ലേ. അതുകൊണ്ട് തന്നെ സപ്പോർട്ടിൻ്റെ താഴെയുള്ള സ്റ്റോപ്പ് ലോസസ് എല്ലാം ഇവിടെ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നു. അതുപോലെ എന്താണ്? ഇൻട്രാഡേ ബേസിൽ ആളുകൾ എന്ത് ചെയ്യുന്നു? ഇവിടെ സെല്ല് ചെയ്യുന്നിട്ടുണ്ടാവും. ഓക്കെ, പക്ഷേ മെജോറിറ്റിയിൽ എന്താണ്? ഇവിടെ വെച്ചിട്ടുള്ള സ്റ്റോപ്പ് ലോസസ് എല്ലാം ട്രിഗർ ആവും മീൻസ് പ്രൈസ് താഴേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ആളുകൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് സ്ക്വയർ ഓഫ് ചെയ്യും. ചിലപ്പോൾ അത് ടാപ്പ് ചെയ്തുകൊണ്ട് ട്രിഗർ ആവുന്നു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇവിടെയുള്ള സെൽ ഓർഡേഴ്സ് എല്ലാം എന്ത് ചെയ്യുന്നു? ബൈ ഓർഡേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. പ്രൈസ് മുകളിലേക്ക് മൂവ് ആവുന്നു. ഓക്കെ, ഇപ്പോൾ സിംപ്ലി നോക്കുകയാണെങ്കിൽ പ്രൈസ് സപ്പോർട്ട് ഏരിയയിലേക്ക് വന്നു, സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യുന്നു, അതിനുശേഷം ഫുൾ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ പ്രൈസ് ഇതുപോലെ മുകളിലേക്ക് പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞതുപോലെ റീറ്റെയിലേഴ്സ് ക്യൂരിയസ് ആവുന്നത്, അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് ഒന്ന് എഴുന്നേൽക്കുന്നത്. ബിക്കോസ് ഓഫ് എന്താണ്? പ്രൈസ് മുകളിലേക്ക് വന്ന് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, അത് ഒരു ക്യാൻഡിൽ ക്ലോസോട് കൂടി നിൽക്കുന്ന സമയത്ത് ആളുകൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ബൈ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു. നിയറസ്റ്റ് ആയിട്ടുള്ള പുൾ ബാക്ക് എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ ഇവിടെ ആവാം, അല്ലെങ്കിൽ എന്താണ് തൊട്ട് താഴെ ഇവിടെയാവും. ഇവിടെയൊക്കെ എന്തായിരിക്കും? സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പം മനസ്സിലാക്കേണ്ടത് മേജർ സ്വിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. അതായത് 1 ടച്ച്, 2 ടച്ച്, 3 ടച്ച്. ഓക്കെ, 1 ടോപ്പ്, 2 ടോപ്പ്, 3 ടോപ്പ്. ഓക്കെ, ട്രിപ്പിൾ ടോപ്പാണ്. അപ്പോൾ ട്രിപ്പിൾ ടോപ്പ് ബ്രേക്ക് ചെയ്യുമ്പോൾ വലിയൊരു മൊമെൻറ്റം അവിടെ സംഭവിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. യൂട്യൂബ് ടിപ്സ് വരും, ടെലഗ്രാം ഗ്രൂപ്പിൽ വരും, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് വരും, ഹിയേർഡ് മെൻറ്റാലിറ്റി ആളുകൾ പറഞ്ഞുകൊണ്ട് നടക്കും. ഓക്കെ, അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യുന്നു? ആളുകൾ എൻട്രി എടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ടൈം പ്രൈസ് എന്ത് ചെയ്യുന്നു? തിരിച്ച് താഴേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂവിലും റീറ്റെയിൽ വ്യൂവിലും നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻട്രി എടുക്കുന്നത് എവിടെയാണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എൻട്രി എടുക്കുന്നത് ബൈ അറ്റ് ഡിസ്കൗണ്ട്, അതുപോലെ അവൻ എന്ത് ചെയ്യുന്നു? സെല്ല് ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. ഒരു റീറ്റെയിലർ എന്താ ചെയ്യുന്നത്? ബൈ അറ്റ് പ്രീമിയം, സെൽ അറ്റ് ഡീപ്പ് പ്രീമിയം. ഇതാണ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കോൺട്രാഡിക്ടറി ആവുക എന്ന് പറയുന്നത്. അതായത് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രോപ്പറായിട്ട് ഒരു ഡിസ്കൗണ്ടിൽ നിന്ന് ബൈ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് റീറ്റെയിലർ എവിടെയാണോ ബൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടെ കൊണ്ടുപോയിട്ട് അവൻ്റെ പൊസിഷൻസ് ക്ലിയർ ഓഫ് ചെയ്യും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പ്രൈസ് എത്രയും മുകളിലേക്ക് വന്ന് ഇനി ഈ ഒരു റെസിസ്റ്റൻസ് കൂടി ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കാത്തു വെക്കും. ഇവിടെ കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, ഇവിടെ നിന്ന് എടുക്കില്ല, പകരം എന്ത് ചെയ്യുന്നു? ഇത് ബ്രേക്ക് ചെയ്താലേ എടുക്കൂ. ഓക്കെ, പ്രൈസ് അത്രയും മൂവ് ചെയ്തു, ഇനി ഇവിടെ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിയാലേ എടുക്കൂ. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ഏരിയ ഓഫ് ഇൻട്രസ്റ്റിന് ഓപ്പോസിറ്റും, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എപ്പോഴും എന്താണ്? ഏരിയ ഓഫ് ഇൻട്രസ്റ്റിന് കറക്റ്റ് മാനറായിട്ടുമാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സെയിം കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഒരു റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിളിലൂടെ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെ ഇപ്പം നിങ്ങൾ കാണുന്നത് സിപ്ല എന്ന സ്റ്റോക്സിൻ്റെ ഒരു 1 ഡേ ടൈം ഫ്രെയിമിലെ ഒരു ചാർട്ടാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് റൈറ്റ് ഹിയർ ഇത് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട്, അതുപോലെ തന്നെ നിയറസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്? നിയറസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ.
ഇവിടെ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിലും അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ റീറ്റെയിൽ വ്യൂ പോയിന്റിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ എന്താണ്, ഒരു റീറ്റെയിലർ വ്യൂ പോയിന്റിൽ എന്താണ്, പ്രൈസ് ആ റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് വന്ന് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഇവിടെ എന്ത് ചെയ്യും, റീറ്റെയിലർ എന്ത് ചെയ്യും, ഇവിടെ ബൈ ചെയ്യും, മുകളിലായിട്ട് എന്ത് ചെയ്യും, ടാർഗറ്റ് പ്ലേസ് ചെയ്യും. ഓക്കെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താ ചെയ്യുക, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും, ഓക്കെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും ചെയ്യുന്നത് അവന് ബൈ ചെയ്യാൻ വേണ്ട കൗണ്ടർ ലിക്വിഡിറ്റി എവിടെയാണുള്ളതെന്ന് നോക്കും. അതായത് പ്രൈസിനെ നമ്മൾ പറഞ്ഞു, നമ്മൾ സപ്പോർട്ടിൻ്റെ താഴെയായിട്ട് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് പൂൾഡ് ആയിരിക്കും. ബിക്കോസ് ഓഫ് എന്താണ്, പ്രൈസ് ഇവിടെ നിന്ന്, ഓക്കെ, പ്രൈസ് ഇവിടെ നിന്ന് മുകളിലേക്ക് പോയിട്ടുണ്ട്, ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സപ്പോർട്ടാണ്. സപ്പോർട്ടിൻ്റെ താഴെ എന്തുണ്ടാവും, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് ഉണ്ടാവും. ബിക്കോസ് ഓഫ് സപ്പോർട്ടിൽ നിന്ന് ബൈ ചെയ്ത ആളുകളുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് അതിന് താഴെ ഉണ്ടാവും. അതുകൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അവൻ പ്രൈസിനെ താഴേക്ക് കൊണ്ടുവന്ന് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് എല്ലാം ടേക്ക് ഔട്ട് ചെയ്തും കൊണ്ട് പ്രൈസിൻ്റെ മുകളിലേക്ക് പുഷ് ചെയ്യും. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ റീറ്റെയിൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസിനെ താഴേക്ക് കൊണ്ടുവന്നു, പ്രൈസ് താഴേക്ക് വന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാ പ്രോപ്പറായിട്ട് സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇനി എന്താണ്, റീറ്റെയിൽ മെൻറ്റാലിറ്റിയിൽ പ്രൈസിന് താഴേക്ക് പോവാം. ഓക്കെ, ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ എന്താ ചെയ്തിട്ടുള്ളത്, ഇവിടെയുള്ള എല്ലാ ലിക്വിഡിറ്റി, അതായത് സപ്പോർട്ടിൻ്റെ താഴെയുള്ള ലിക്വിഡിറ്റീസ് എല്ലാം ടേക്ക് ഔട്ട് ചെയ്തു. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ബൈ ചെയ്യണമെങ്കിൽ കൗണ്ടർ ഓർഡർ ആയിട്ട് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് വേണം. അതായത് ബൈ ചെയ്യണമെങ്കിൽ അത്ര തന്നെ സെൽ ഓർഡർ വേണം. അപ്പോൾ ആ സെൽ ഓർഡേഴ്സ് അറ്റാക്ക് ചെയ്തുകൊണ്ട് ആ സെൽ ഓർഡേഴ്സ് ബൈ ഓർഡേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, പ്രൈസിനെ മുകളിലേക്ക് പുഷ് ചെയ്യും. പ്രൈസിനെ മുകളിലേക്ക് എന്ത് ചെയ്യും, പ്രൈസിനെ മുകളിലേക്ക് പുഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നടന്നത് എന്താണ്, പ്യുവർ ആയിട്ടുള്ള ഒരു മാനിപ്പുലേഷൻ തന്നെയാണ് ആക്ച്വലി ഇവിടെ നടന്നിട്ടുള്ളത്, അല്ലേ? പ്യുവർ ആയിട്ടുള്ള മാനിപ്പുലേഷൻ. ഈ മാനിപ്പുലേഷൻ എന്തിനു നടന്നു, പ്രോപ്പറായിട്ട് സെൽ ഓർഡേഴ്സ്, സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ട്രിഗർ ചെയ്യിച്ചും കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ സെൻറ്റർ ചെയ്തു. ഓക്കെ, ഇനി എന്താണ്, പ്രൈസ് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ എന്താണ്, റീറ്റെയിലേഴ്സ് ക്യൂരിയസ് ആവാൻ തുടങ്ങും. ബിക്കോസ് ഓഫ് എന്താണ്, ഇവിടെ പ്രൈസ് മുകളിൽ പോകുന്നു, റിട്ടേൺ താഴേക്ക് വരുന്നു, പ്രൈസ് മുകളിലേക്ക് പോകുന്നു, റിട്ടേൺ താഴേക്ക് വരുന്നു, പ്രൈസ് മുകളിലേക്ക് പോകുന്നു, റിട്ടേൺ താഴേക്ക് വരുന്നു. ഫസ്റ്റ് ടച്ച്, സെക്കൻഡ് ടച്ച്, തേർഡ് ടച്ച്. ഓക്കെ, ഫസ്റ്റ് ടച്ച്, സെക്കൻഡ് ടച്ച്, അതുപോലെ തേർഡ് ടച്ച് വന്നു. ഓക്കെ, ട്രിപ്പിൾ ടോപ്പ് വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസിനെ പ്രോപ്പറായിട്ട് ഒരു ക്യാൻഡിൽ വെച്ച് ബ്രേക്ക് ചെയ്താൽ പിന്നെ എന്താണ്, റൈറ്റ് ഹിയർ ഇവിടെ എന്താണ്, ഒരു റീറ്റെയിൽ എൻട്രി കൺഫേം ആണ്. താഴെ എവിടെയാണോ പുൾ ബാക്ക് ഉള്ളത്, അതിനുശേഷം എവിടെയാണോ നെക്സ്റ്റ് പ്രൈസിൻ്റെ റെസിസ്റ്റൻസ് എന്നുള്ളത്, അവിടേക്ക് ഒരു റീറ്റെയിൽ എൻട്രി, മെജോറിറ്റി റീറ്റെയിൽ എൻട്രീസ് വരും. അതായത് ഒരു സ്റ്റോക്ക് റെസിസ്റ്റൻസിനോട് അടുക്കുന്ന സമയത്ത്, അതായത് റെസിസ്റ്റൻസിനോട് അടുക്കുന്ന സ്റ്റോക്സ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സുഖമാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ റെസിസ്റ്റൻസിനോട് അടുക്കുന്ന സമയത്ത് യൂട്യൂബിൽ, ടെലഗ്രാമിൽ ഹിയർഡ് മെൻറ്റാലിറ്റി, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, നമ്മൾ പറഞ്ഞ എല്ലാ കോമ്പൗണ്ട്സ് വരും. അവിടെ എന്താണ്, റീറ്റെയിൽ റഷ് വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന കഴിഞ്ഞാൽ അവിടെ ആ ഡിമാൻഡ് ക്രിയേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നു, ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ പൊസിഷൻസ് സെല്ല് ചെയ്യുന്നത്. അതായത് അവർക്ക് സെല്ല് ചെയ്യണമെങ്കിൽ എന്ത് വേണം, അവർക്ക് ബൈ ചെയ്യണമെങ്കിൽ എന്താണ്, അവർക്ക് സെൽ ഓർഡർ വേണം. ഇനി അവർക്ക് എന്ത് ചെയ്യണം, സെല്ല് ചെയ്യണം. അപ്പോൾ അവർക്ക് എന്ത് വേണം, സെല്ല് ചെയ്യാൻ എത്രത്തോളം ക്വാണ്ടിറ്റി സെല്ല് ചെയ്യണോ അത്രത്തോളം ക്വാണ്ടിറ്റി ബൈ ഓർഡർ വേണം. അപ്പോൾ അവർ ഏത് ബൈ ആണ് എടുക്കുന്നത്, റീറ്റെയിലേഴ്സ് എവിടെയാണോ ബൈ ചെയ്യുന്നത് അവിടെ കൊണ്ടുപോയിട്ട് അവരെന്ത് ചെയ്യും, സെല്ല് ചെയ്യും. അവിടെ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും, പ്രൈസ് താഴേക്ക് ഡ്രോപ്പ് ആവുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ടിൻ്റെ റീസൺ മനസ്സിലായല്ലോ. ഇനി ഞാനിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യും, അതുകൂടി കാണുന്ന സമയത്ത് എക്സാക്ട്ലി നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. Unfortunately, most retail traders will wait for some confirmation before they get in. That could be a candle pattern, could be a moving average cross, or whatever. Institutional traders will buy at the level. Now, most traders will put their stop loss a tick under the last low, and they will invariably put their stop loss at exactly where the institutional orders are. I think that institutional traders are just doing what institutional traders do, putting their entry points at very good levels. However, if you are trading at the institutional level, it's not always easy to get filled. And then you write down on a piece of paper where you are going to buy and where you're going to put your stop loss.
don't buy it, but put an order in to buy it at where you're going to put your stop loss, and then just watch how many times the market goes to your order. Okay, markets will go to the obvious stops most of the time, and one of my rules is that I want to put my entries where the masses put their stops. So അങ്ങനെ നമ്മൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 34 മിനിറ്റുകൾക്ക് ശേഷം നമ്മളൊരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്ത് നമ്മളുടെ സ്വിംഗ് മോഡലിലേക്ക് പോവുകയാണ്. ഇത് വലിയ രീതിയിൽ അങ്ങനെ നീണ്ട 34 മിനിറ്റുകൾക്ക് ശേഷം, അതായത് ഈ ഒരു 34 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഫൗണ്ടേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ ബേസിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മളുടെ സ്വിംഗ് മോഡലിനെ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ സ്റ്റോക്സ് എന്ന് പറയുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡ്സിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രോപ്പർ ഡിമാൻഡ് സോൺസ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അതുകൊണ്ട് നമ്മളുടെ ഈ ഒരു സ്വിംഗ് മോഡൽ എന്ന് പറയുന്നത് പ്രോപ്പർ ഡിമാൻഡ് ബേസ് സോൺസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്വിംഗ് മോഡലിന് വേണ്ട 3 കോമ്പോണൻസ് ആണ് നമ്മളിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോക്കിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, സ്ട്രക്ചറിൽ നമുക്ക് മാർക്കറ്റിൻ്റെ വേവ്സ് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇമ്പൾസീവ് മൂവ് ആൻഡ് കറക്റ്റീവ് മൂവ്. ഓക്കെ, പ്രൈസ് എപ്പോഴും എങ്ങനെയാണ്? പ്രൈസ് എപ്പോഴും മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ഉണ്ട്, ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ഉണ്ട്, സൈഡ് വേസ് മാർക്കറ്റ് സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ അതിൽ ഇമ്പൾസീവ് വേവ്, കറക്റ്റീവ് വേവ്, ഇമ്പൾസീവ് വേവ്, കറക്റ്റീവ് വേവ്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ പ്രോപ്പറായിട്ട് ഇപ്പം മാർക്കറ്റ് ഏത് വേവിലാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, നെക്സ്റ്റ് കോമ്പോണന്റ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ പ്രീമിയവും വരും, ഡിസ്കൗണ്ട് വരും. ഓക്കെ, നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് എപ്പോഴും ഡിസ്കൗണ്ടിൽ നിന്നായിരിക്കണം ബൈ, പ്രീമിയത്തിലായിരിക്കണം നമ്മളുടെ എക്സിറ്റ് എന്ന് പറയുന്നത്. ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രൈസ് കുറച്ച് കമ്പാരിറ്റീവ്ലി ചീപ്പായിരിക്കും. പ്രീമിയം എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി പ്രൈസ് ഹയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും ഏരിയ ഓഫ് ഇൻട്രസ്റ്റിന് മാച്ച് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മളുടെ എക്സിക്യൂഷൻ. ബിക്കോസ് ഓഫ് ഡിസ്കൗണ്ടിൽ നിന്ന് ബൈ ചെയ്ത് പ്രീമിയത്തിൽ എക്സിറ്റ് കൊടുക്കണം. നമ്മളിപ്പോൾ പറഞ്ഞ ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് ഞാൻ ഒരിക്കലും ചെയ്യരുത് എന്ന് ഞാൻ പറയുന്നില്ല. ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് ചെയ്യാതിരിക്കാം. പക്ഷേ ബ്രേക്ക് ഔട്ട് ട്രേഡിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ഡിമെറിറ്റ് അല്ലെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഇൻട്രസ്റ്റിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് പ്രീമിയം ഏരിയയിൽ നിന്ന് ബൈ ചെയ്ത് കുറച്ചുകൂടി ഡീപ്പർ പ്രീമിയം ഏരിയയിൽ സെല്ല് ചെയ്യുന്നു. അപ്പോൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിന് എന്താണ്? അത് കോൺട്രാഡിക്ടറി ആണ്, അതായത് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രക്ചർ പറഞ്ഞു, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബേസ് ഫോർമേഷൻ ആണ്. അതായത് സ്ട്രക്ചറുള്ള ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മനസ്സിലാക്കി നമ്മൾ ഡിമാൻഡ് ബേസുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ ബേസ് ഫോർമേഷൻ 2 രീതിയിലാണ് വരുന്നത്. റാലി ബേസ് റാലി ആയിട്ടും ഡ്രോപ്പ് ബേസ് ഡ്രോപ്പും ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സ്ലൈഡിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മാർക്കറ്റിലെ മേജർ സ്ട്രക്ചേഴ്സ് ആൻഡ് വേവ്സ് ആണ്. അങ്ങനെ നമ്മളുടെ സ്വിംഗ് മോഡലിൻ്റെ എലമെൻറ്റ് 1 സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ, സ്ട്രക്ചർ മീൻസ് ദ പാറ്റേൺ ഓഫ് പ്രൈസ് മൂവ്മെൻറ്റ് ദാറ്റ് ഷോസ് ദ മാർക്കറ്റ് ട്രെൻഡ്സ്. അതായത് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ കാണിക്കുന്നത് പ്രൈസ് ഇപ്പോൾ ഏത് ട്രെൻഡിലാണ്. ദാറ്റ് മീൻസ് ഒരു അപ്പ് ട്രെൻഡിലാണോ, ഡൗൺ ട്രെൻഡിലാണോ, അല്ലെങ്കിൽ അതൊരു സൈഡ് വേസ് ട്രെൻഡിലാണോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ബുള്ളിഷ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതിലെപ്പോഴും എങ്ങനെയായിരിക്കും? പ്രൈസ് മുകളിലേക്ക് സ്ട്രക്ചേഴ്സ് ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും. അതായത് പ്രൈസിൻ്റെ ഹൈ, ലോ, ഹയർ ഹൈ, ഹയർ ലോ എന്നുള്ള രീതിയിലായിരിക്കും. അതായത് നെക്സ്റ്റ് ഹൈ എന്ന് പറയുന്നത് പ്രീവിയസ് ഹൈനേക്കാൾ മുകളിലും, നെക്സ്റ്റ് ലോ എന്ന് പറയുന്നത് പ്രീവിയസ് ലോനേക്കാൾ മുകളിലും പ്രൈസ് മുകളിലേക്കാണ്. പ്രൈസിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത് മുകളിലേക്കാണ്. പ്രൈസ് മുകളിലേക്ക് ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്കോടുകൂടി പ്രൈസ് മുകളിലേക്ക് പോകുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ ഡൗൺ ട്രെൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഡൗൺ ട്രെൻഡിൽ പ്രൈസ് എങ്ങനെയാണ്? പ്രൈസ് താഴേക്കാണ് ബ്രേക്ക് പോകുന്നത്. അതായത് നമ്മളുടെ അപ്പ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഹൈസ് എപ്പോഴും വീക്കായിരിക്കും. ഓക്കെ, ആ വീക്കായിട്ടുള്ള ഹൈസിനെ പ്രൈസ് എപ്പോഴും ബ്രേക്ക് ചെയ്യുന്നു. അതുപോലെ ഡൗൺ ട്രെൻഡിൽ എപ്പോഴും ലോസ് എപ്പോഴും വീക്കായിരിക്കും. അതുകൊണ്ട് ആ വീക്കായിട്ടുള്ള ലോസിനെ പ്രൈസ് എപ്പോഴും താഴേക്ക് ബ്രേക്ക് ചെയ്തു പോകുന്നു. അതുപോലെ തന്നെ എന്താണ്? ഹൈ ലോ ഫോർമേഷൻ എങ്ങനെയാണ്? ലോ ഹൈ, നെക്സ്റ്റ് ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റിൽ ഒരു ലോവർ ലോ ആയിരിക്കും, ഒരു ലോവർ ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പം ഹൈ ലോ എന്നുള്ള രീതിയിൽ പ്രൈസ് താഴേക്കായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മളുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു സൈഡ് വൈസ് സ്ട്രക്ചറാണ്. ഓക്കെ, സൈഡ് വൈസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു പ്രോപ്പർ ബുള്ളിഷ് ആണോ ഒരു ബെയറിഷ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ഒരു സൈഡ് വൈസ് ഫോമിലായിരിക്കും. ഓക്കെ, ഒരു സൈഡ് വൈസ് എപ്പോഴും ഫോം ആവുന്നത് എപ്പോഴായിരിക്കും? ആക്ച്വലി പ്രൈസ് എപ്പോഴും ഒരു അപ്പ് മൂവിന് ശേഷമോ അല്ലെങ്കിൽ ഒരു ഡൗൺ മൂവിന് ശേഷമോ ഒരു അക്യുമുലേഷൻ പോലെയായിട്ടാണ് ആക്ച്വലി
സൈഡ് വേസ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഒരു ബുള്ളിഷ്, ഓക്കെ നമ്മൾ പറഞ്ഞു ബുള്ളിഷ് മൂവിൽ ഒരു ഇമ്പൾസീവ് മൂവ് എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു ബുള്ളിഷ് മൂവ് ആയിരിക്കും. സോറി, പ്രൈസ് എപ്പോഴും സോറി ഞാൻ പറഞ്ഞ തെറ്റി. നമ്മളുടെ ഒരു ബുള്ളിഷ് മൂവ്, ഓക്കെ ഒരു ബുള്ളിഷ് മൂവ് എന്ന് പറയുന്ന സമയത്ത് ഇതുപോലെ ഒരു ബുള്ളിഷ് മൂവിൽ ഇമ്പൾസീവ് മൂവ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു ബുള്ളിഷ് മൂവ് ആയിരിക്കും. കറക്റ്റീവ് മൂവ് എന്ന് പറയുന്നത് ഈ ഒരു റീട്രേസ്മെൻറ്റ് ഈ ഒരു ബെയറിഷ് മൂവ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ് ഒരു ബെയറിഷ് മാർക്കറ്റിൽ ഇമ്പൾസീവ് മൂവ് എന്ന് പറയുന്നത് എന്താണ് ഈ ബെയറിഷ് മൂവാണ്. കറക്റ്റീവ് മൂവ് എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ടുള്ള ഈ ഒരു റീട്രേസ്മെൻറ്റിനെയാണ് നമ്മൾ കറക്റ്റീവ് മൂവ് എന്ന് പറയുന്നത്. സൈഡ് വേസ് മൂവിൽ എന്താണ് നമുക്ക് പ്രോപ്പറായിട്ട് ഇമ്പൾസീവ് ലെഗും കറക്റ്റീവ് ലെഗും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്ന് സ്ട്രക്ചേഴ്സ് പറഞ്ഞു, അതുപോലെ വേവ്സും പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മളുടെ രണ്ടാമത്തെ എലമെൻ്റ് ആണ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഏത് ഏരിയയിലാണ് ഇൻട്രസ്റ്റ് ഉള്ളത്, അതായത് ബൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ, സെല്ല് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു സ്വിങ് ഹൈ സ്വിങ് ലോ ഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എപ്പോഴും ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കാണണമെങ്കിൽ ഒരു ഡീലിംഗ് റേഞ്ച് ഹൈയും ഡീലിംഗ് റേഞ്ച് ലോയും കമ്പൈൻ ചെയ്തുകൊണ്ടൊരു ഡീലിംഗ് റേഞ്ച് വേണം. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്വിങ് ലോയും നമുക്ക് ഫോം ആയിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഇവിടെ ഒരു സ്വിങ് ഹൈയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നോക്കിയാൽ ഇതാണ് ആക്ച്വലി നമ്മളുടെ എന്തെന്ന് പറയുന്നത് ഡീലിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു റേഞ്ച് വേണം. റേഞ്ച് വേണമെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് അവിടെ ഒരു സ്വിങ് ഹൈ സ്വിങ് ലോ ഫോർമേഷൻ വേണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളുടെ ആക്ച്വലി ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ റേഞ്ചിനെ ക്ലബ്ബ് ചെയ്തും കൊണ്ട് നമ്മൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കാണാൻ നമ്മളുടെ ഫിബോനാച്ചി ടൂൾ എടുക്കുന്നു. 1, 0.5 അതുപോലെ 0 എന്നുള്ള ടൂളിലാക്കുന്നു. എന്നിട്ട് നമ്മൾ സ്വിങ് ലോ ടു സ്വിങ് ഹൈയിലേക്ക് നമ്മൾ ഫിബ് പ്ലോട്ട് ചെയ്താൽ ഈ ഒരു ഏരിയയുടെ ഇതാണ് നമ്മളുടെ ഡീലിംഗ് റേഞ്ച്. ഓക്കെ, ഡീലിംഗ് റേഞ്ച് ലോ ഡീലിംഗ് റേഞ്ച് ഹൈ, അതായത് ഈ സ്വിങ് ഹൈ സ്വിങ് ലോയുടെ ഈ റേഞ്ചിൻ്റെ 50%, അതായത് പകുതി. ഓക്കെ, ഇതാണ് നമ്മളുടെ ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള ഏരിയ, ഇതാണ് നമ്മളുടെ പ്രീമിയം ആയിട്ടുള്ള ഏരിയ. അതായത് നമ്മളുടെ ഈ ഒരു റേഞ്ചിൻ്റെ പകുതി, അതായത് 0.5 ടു 1 ലെവലിനെ നമ്മൾ ഡിസ്കൗണ്ട് എന്നും 0.5 ടു 0നെ നമ്മൾ പ്രീമിയം എന്നുമാണ് പറയുന്നത്. അതായത് ഇവിടെ നോക്കുക നിങ്ങൾ, പ്രീമിയം എന്ന് പറയുന്നത് എബോവ് 50% ഓഫ് റേഞ്ച്, അതായത് നമ്മളുടെ 50% റേഞ്ചിൻ്റെ മുകളിലേക്ക് നമ്മൾ പ്രീമിയം എന്നും, അതെന്താണ് ഒരു സെല്ലിംഗ് സോണും, ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ബിലോ 50% ദാറ്റ് ഈസ് ഒരു ബൈ സോണുമാണ്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രക്ചറിൽ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ബുള്ളിഷ് സ്ട്രക്ചറാണ്. ഓക്കെ, ബുള്ളിഷ് സ്ട്രക്ചറിൽ പ്രൈസിൻ്റെ ആ മൂവ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും, പ്രൈസ് ഇവിടെ സ്വിങ് ലോ ടു സ്വിങ് ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മൾ ഫ്ലിബ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് 0.5ന് താഴെയുള്ള ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, ഡിസ്കൗണ്ട് ആയിരിക്കും. പ്രൈസ് ഡിസ്കൗണ്ടിലേക്ക് വരുന്നു, അവിടെ നിന്നായിരിക്കും പ്രൈസിൻ്റെ നെക്സ്റ്റ് മൂവ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രൈസ് ഡീലിംഗ് റേഞ്ച് ലോ ഡീലിംഗ് റേഞ്ച് ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മൾ ഫിബ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് പ്രൈസ് എഗെയിൻ ഡിസ്കൗണ്ടിലേക്ക് വരുന്നു, അതിനുശേഷം എഗെയിൻ പ്രൈസ് മുകളിലേക്ക് പോകുന്നു, ഡീലിംഗ് റേഞ്ച് ഹൈ ഡീലിംഗ് റേഞ്ച് ലോ, പ്രൈസ് വീണ്ടും എന്താണ് ഡിസ്കൗണ്ടിലേക്ക് വരുന്നു, എന്നിട്ട് വീണ്ടും പ്രൈസ്. അങ്ങനെ പ്രൈസ് ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ എപ്പോഴും പ്രൈസിൻ്റെ ആ ഒരു ഇനീഷ്യൽ ബൈയിങ് മൂവ് നടക്കുന്നത് എപ്പോഴും എവിടെ നിന്നായിരിക്കും, ഡിസ്കൗണ്ട് എന്നായിരിക്കും. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ സ്വിങ് ലോ സ്വിങ് ഹൈ. ഓക്കെ, നമ്മൾ ഫിബ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഏരിയനെ നമ്മളെന്താണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഏരിയ. അതുപോലെ തന്നെ ഈ സ്വിങ് ലോ ടു സ്വിങ് ഹൈനെ നമ്മൾ ഫിബ് പ്ലോട്ട് ചെയ്താൽ ഈ ഒരു ഏരിയ ആണ് ആക്ച്വലി നമ്മളുടെ ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള ഏരിയ. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ മൂവ്സ് എപ്പോഴും സംഭവിക്കുന്നത് എവിടെ നിന്നായിരിക്കും, ആക്ച്വലി സംഭവിക്കുന്ന ഡിസ്കൗണ്ടിലായിരിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ബ്രേക്കോട് കൂടി പ്രൈസ് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ഡീലിംഗ് റേഞ്ച് ലോ അല്ലെങ്കിൽ ഒരു സ്വിങ് ലോ കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഒരു സ്വിങ് ഹൈ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിൻ്റെ 50% എന്ന് പറയുന്നത് ഇക്വിലിബ്രിയമാണ്. ഇതിന് മുകളിൽ പ്രൈസ് പ്രീമിയവും, ഇതിന് പ്രൈസ് ഈ ഒരു ബിലോ 50% ഡിസ്കൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്രൈസ് ഡിസ്കൗണ്ടിൽ വന്നിട്ട് പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റിയാണ് അവിടെ കൂടുതൽ. നമ്മൾ ഡിസ്കൗണ്ടിൽ നിന്ന് ബൈ ചെയ്യുന്നു, പ്രീമിയത്തിൽ നിന്ന് നമ്മൾ സെല്ല് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ കാണിച്ച ഈ ഒരു ഡയഗ്രത്തിന് ഒരു റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ കാണുന്നത് ബജാജ് ഫിൻസർവിൻ്റെ 1 ഡേ ചാർട്ടാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് പ്രോപ്പറായിട്ടുള്ള ഒരു സ്ട്രക്ചർ ബ്രേക്കോട് കൂടി പ്രൈസ് മുകളിലേക്ക് പോകുന്നു, സ്വിങ് ലോ സ്വിങ് ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, പ്രൈസ് റീട്രേസ് ചെയ്യുന്നു ഡിസ്കൗണ്ടിലേക്ക്, അതിനുശേഷം പ്രൈസ് എഗെയിൻ മുകളിലേക്ക് പോകുന്നു, സ്വിങ് ലോ സ്വിങ് ഹൈ ഫോർമേഷൻ കിട്ടുന്നു, പ്രൈസ് നേരെ ഡിസ്കൗണ്ടിലേക്ക്, അതിനുശേഷം എഗെയിൻ പ്രൈസ് മുകളിലേക്ക് പോകുന്നു, നെക്സ്റ്റ് സ്ട്രക്ചർ ബ്രേക്കിൽ സ്വിങ് ലോ സ്വിങ് ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, പ്രൈസ് ഡിസ്കൗണ്ടിലേക്ക്, അതിനുശേഷം പ്രൈസ് എഗെയിൻ പ്രൈസ് മുകളിലേക്ക് പോകുന്നു,
സ്വിങ് ലോ, സ്വിങ് ഹൈ, പ്രൈസ് അഗെയിൻ ഡിസ്കൗണ്ടിലേക്ക്. ഓക്കെ, അപ്പോൾ ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഡിമാൻഡ് സോണിൽ, ഓക്കെ, ഡിസ്കൗണ്ട് സോണിലെ ഡിമാൻഡ് സോൺസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യലാണ് നമ്മളുടെ മോഡലിൻ്റെ മേജറായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളുടെ നെക്സ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ബേസ് ക്രിയേഷൻ ആണ്. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഡിമാൻഡ് ബേസ് സോൺസ് ആണ്. അങ്ങനെ നമ്മളുടെ മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആൻഡ് ലാസ്റ്റ് വൺ കോമ്പോണൻറ്റ് അല്ലെങ്കിൽ എലമെൻ്റ് എന്ന് പറയുന്നത് ബേസ് ഫോർമേഷൻ ആണ്. ഓക്കെ, അവിടെ ബേസ് ആയിട്ട് നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഡിമാൻഡ് സോൺസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസിൻ്റെ ഒരു നിർവചനം നോക്കുകയാണെങ്കിൽ എ ബേസ് ഈസ് എ കീ ഏരിയ ദാറ്റ് മാർക്ക് ദ ഒറിജിൻ ഓഫ് ദ സപ്ലൈ ഓർ ഡിമാൻഡ് സോൺ ബിഫോർ എ സ്ട്രോങ് പ്രൈസ് മൂവ്. ഓക്കെ, അപ്പം സ്ട്രോങ് ആയിട്ട് ഒരു ഡിസ്പ്ലേസ്മെൻറ്റോടും കൂടിയിട്ടുള്ള പ്രൈസിൻ്റെ ആ ഒരു മൂവ് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ആ ഒരു ഏരിയനെയാണ് നമ്മൾ ബേസ് ആയിട്ട് നോക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ് സപ്ലൈ ബേസ്ഡും ഡിമാൻഡ് ബേസും നമുക്ക് കിട്ടും. സപ്ലൈ ബേസ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൈസിൻ്റെ സ്ട്രോങ് ഡൗൺ മൂവ്മെൻറ്റ്സ് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ആ ഒരു അക്യുമുലേറ്റഡ് ആയിട്ടുള്ള സോണിനെയാണ് നമ്മൾ സപ്ലൈ ബേസ് എന്ന് പറയുന്നത്. ഇവിടെ ഡിമാൻഡ് ബേസ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രോങ് ബുള്ളിഷ് മൂവ്മെൻറ്റ്, ഓക്കെ, സ്ട്രോങ് ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ആ ഒരു സോണിനെയാണ് നമ്മൾ ഡിമാൻഡ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സ്വിങ് ട്രേഡിങ് സ്റ്റോക്സിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളിവിടെ മോർ ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്, എന്താണ്, നമ്മൾ ഡിമാൻഡ് ബേസുകളാണ്. നമ്മൾ എൻട്രിക്കായിട്ട് നമ്മളെന്താണ് ഡിമാൻഡ് ബേസുകളാണ് ചെയ്യുന്നത്. ഓക്കെ, സപ്ലൈ ബേസുകൾ എന്താണ്, നമുക്ക് പ്രോഫിറ്റ് ബുക്കിങ്ങിനോ അല്ലെങ്കിൽ ടാർഗറ്റ് പ്ലേസ്മെൻറ്റിനോ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ബേസ് ഫോർമേഷൻ എന്ന് പറയുന്നത് ഡിമാൻഡഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്കിവിടെ ഒരു ബേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. എന്താണ്, നമുക്കൊരു ഡിമാൻഡ് ബേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയാണ്, പ്രൈസ് മുകളിലേക്ക് റാലി ചെയ്യുന്നു, അതിനുശേഷം പ്രൈസ് ഇവിടെ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നു, അതിനുശേഷം എഗെയിൻ ഒരു സ്ട്രോങ് പ്രൈസ് മൂവ് ഇവിടെ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു ഏരിയ, ഈ ഒരു അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയനെ നമ്മളിവിടെ ഒരു ബേസ് ആയിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. ഇതാണ് ആക്ച്വലി നമ്മളുടെ റാലി ബേസ് റാലി എന്ന് പറയുന്നത്. അതായത് പ്രൈസ് കണ്ടിന്യൂ ചെയ്ത് അല്ലെങ്കിൽ പ്രൈസ് മുകളിലേക്ക് വരുന്നു, അതിനുശേഷം പ്രൈസ് ഇവിടെ ഒരു റീ അക്യുമുലേഷൻ നടത്തി പ്രൈസ് എഗെയിൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂഷനിൽ വരുന്ന ബേസിനെയാണ് നമ്മൾ റാലി ബേസ് റാലി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, റിവേഴ്സലാണ്. അതായത് പ്രൈസ് താഴേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു, അതിനുശേഷം ഇവിടെ ഒരു അക്യുമുലേഷൻ നടന്ന് സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ബയേഴ്സ് കൺട്രോൾ ടേക്ക് ഔട്ട് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോകുന്നു. ദാറ്റ് മീൻസ് ഡ്രോപ്പ്, അതിനുശേഷം ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം മുകളിലേക്ക് ഒരു റാലി ക്രിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഡ്രോപ്പ് ബേസ് റാലി. ഓക്കെ, അങ്ങനെ കിട്ടുന്നതാണ് നമുക്ക് ഡിമാൻഡഡ് ബേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിമാൻഡ് ബേസ് രണ്ട് രീതിയിൽ കിട്ടും, കണ്ടിന്യൂഷനിലും കിട്ടും, അതുപോലെ തന്നെ റിവേഴ്സലിലും കിട്ടും. കണ്ടിന്യൂഷനിൽ കിട്ടുന്നതിനാണ് റാലി ബേസ് റാലി എന്ന് നമ്മൾ പറയുന്നത്. കണ്ടിന്യൂഷനിൽ റിവേഴ്സലിൽ കിട്ടുന്നതാണ് ഡ്രോപ്പ് ബേസ് റാലി. അങ്ങനെ നമ്മൾ പറഞ്ഞ ഈ കാര്യം കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, പ്രൈസിൽ നമുക്ക് മേജർലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഡിമാൻഡ് സോൺസ് ആണ്. ഓക്കെ, ഡിമാൻഡ് സോൺസ് ആണ്. ഡിമാൻഡ് സോൺ ഇസ് എ കീ ഏരിയ വേർ ദ പ്രൈസ് മൂവ് അപ്പ് സ്ട്രോങ്ലി ഷോയിങ് ദ ബൈയിങ് ഇൻട്രസ്റ്റ്. ഇറ്റ്സ് യൂസ് ടു ഐഡൻറ്റിഫൈ ദ പൊട്ടൻഷ്യൽ ബൈ സോൺസ് ഫോർ ഫ്യൂച്ചർ എൻട്രീസ്. അതായത് നമ്മളിവിടെ എൻട്രീസിനായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഡിമാൻഡ് ബേസ് സോൺസ് ആണ്. ഓക്കെ, ഡിമാൻഡ് ബേസ് സോൺസ് ആണ്. ഓക്കെ, ഡിമാൻഡ് സോൺ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൈസ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് തന്നിട്ടുള്ള ആ ഒരു ബേസ്. അതായത് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ് തന്നിട്ടുണ്ട്, അതിന് തൊട്ട് മുന്നേ ഉള്ള ഈ ഒരു അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയനെയാണ് നമ്മൾ ബേസ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്നത് റാലി ബേസ് റാലിയാണ്. ഓക്കെ, റാലി ബേസ് റാലി എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂഷൻ ബേസ് ആണ്. അതുപോലെ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ സെല്ലേഴ്സിൻ്റെ കയ്യിലുള്ള മാർക്കറ്റിനെ പ്രൈസ് ബയേഴ്സ് ടേക്ക് ഔട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ട്രോങ് ബൈയിങ് വന്നിട്ടുള്ളത് റൈറ്റ് ഹിയർ ആണ്. ഇവിടെയാണ് സ്ട്രോങ് ബൈയിങ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ബൈയിങ് വന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഈ ഒരു റേഞ്ച് നമുക്ക് എങ്ങനെയായിട്ട് എടുക്കാം, നമുക്ക് ഓർഡർ ബ്ലോക്ക് എടുക്കുന്നത് പോലെ ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിലായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു സോൺ എന്നുള്ള രീതിയിൽ ഈ ഒരു അക്യുമുലേറ്റഡ് ഏരിയ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലേക്കുള്ള പ്രൈസിൻ്റെ ഒരു മൂവ്, അവിടെ നിന്നുള്ള ഒരു എൻട്രിയാണ്. ഓക്കെ, അവിടെ നിന്നുള്ള ഒരു എൻട്രിയാണ്. ഓക്കെ, ഗോട്ട് ഇറ്റ്, കാര്യങ്ങൾ മനസ്സിലായി എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമുക്ക് എന്താണ് ഈ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾ പറയുന്നതിന് മുന്നേ നമ്മളുടെ ഈ ഒരു 3 കോമ്പോണൻസ് കൂടി ക്ലബ്ബ് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ,
ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രക്ചറാണ്. നമ്മൾ ആദ്യം സ്റ്റോക്കിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക. ഓക്കെ, ബുള്ളിഷ് സ്ട്രക്ചറിൽ നമ്മൾ ഇമ്പൾസീവ് കറക്റ്റീവ് വേവ്സ് മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ ഇതിൽ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തും കൊണ്ട് നമ്മൾ ഡിമാൻഡഡ് ആയിട്ടുള്ള ഡിസ്കൗണ്ടഡ് ഏരിയാസ് നോക്കുക. ഓക്കെ, അങ്ങനെ ഡിസ്കൗണ്ടഡ് ഏരിയാസിൽ നമ്മൾ ബേസ് സെർച്ച് ചെയ്യുക. ഓക്കെ, ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ ബേസ് സെലക്ട് ചെയ്യുക. അതായത് ഡിമാൻഡഡ് ബേസ് നമ്മൾ സെലക്ട് ചെയ്യുക. ഈ ഡിമാൻഡഡ് ബേസ് എന്ന് പറയുന്നത് റാലി ബേസ്, റാലിയിൽ നമുക്ക് ബേസ് കിട്ടും. ഡ്രോപ്പ് ബേസ്, റാലിയിൽ നമുക്ക് ബേസ് കിട്ടും. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിളിലേക്ക് പോകുന്നതിന് മുന്നേ ലാസ്റ്റ് വൺ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയുകയാണ്, ടൈം ഫ്രെയിം അലൈൻമെൻറ്റ്. ടൈം ഫ്രെയിം അലൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഒരു സ്വിംഗ് ട്രേഡിങ്ങിന് നമുക്ക് ഹയർ ടൈം ഫ്രെയിം വേണം, മിഡിൽ ടൈം ഫ്രെയിം വേണം, ലോവർ ടൈം ഫ്രെയിം വേണം. നമ്മളുടെ ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് വീക്ക്ലി ആൻഡ് ഡെയിലി ക്യാൻഡിൽസിലാണ് നമ്മളുടെ എന്ത് പറയുന്നത്, നമ്മളുടെ ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 1 വീക്കോ 1 ഡേയോ ആണ്. ഓക്കെ, ഈ 1 വീക്കിലും 1 ഡേയിലും നമ്മൾ സ്ട്രക്ചറും അതുപോലെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റും ആണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് പറഞ്ഞാൽ മോഡറേറ്റ് ടൈം ഫ്രെയിം അല്ലെങ്കിൽ മിഡിൽ ടൈം ഫ്രെയിം. 4 അവർ നമ്മളുടെ മിഡിൽ ടൈം ഫ്രെയിം. ഈ 4 അവറിലാണ് നമ്മൾ നമ്മളുടെ ബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്ത് ആ സ്ട്രക്ചറിൽ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അപ്ലൈ ചെയ്ത് അതിലെ ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള ഏരിയയിൽ ബേസ് നമ്മൾ സെർച്ച് ചെയ്യും. ബേസ് 2 രീതിയിലാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. കണ്ടിന്യൂഷനിൽ വരും, റിവേഴ്സലിൽ വരും. കണ്ടിന്യൂഷനിൽ വരുന്നത് റാലി ബേസ് റാലി, അതുപോലെ റിവേഴ്സലിൽ വരുന്നത് ഡ്രോപ്പ് ബേസ് റാലി. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ലോവർ ടൈം ഫ്രെയിം. ലോവർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഇവിടെ 1 അവർ ആണ് നമ്മളുടെ ലോവർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. ലോവർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഓൺലി ഫോർ എൻട്രി ആൻഡ് കൺഫർമേഷൻ. ഓക്കെ, അപ്പം ലോവർ ടൈം ഫ്രെയിമിലാണ് നമ്മളുടെ എക്സിക്യൂഷൻ വരുന്നത്. ഓക്കെ, അപ്പം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എങ്കിൽ നമുക്ക് റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിളിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെ റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾസിനായിട്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് അദാനി എൻ്റർപ്രൈസിൻ്റെ 1 വീക്ക് ചാർട്ടാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ റീസെൻ്റ് ആയിട്ട് 2025 സെറ്റപ്സ് ആണ് നമ്മളിവിടെ റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമ്മൾ ഇവിടെ ഒരു വീക്ക്ലി ബേസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒരു വീക്ക്ലി ബേസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒരു വീക്ക്ലി ബേസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ബിക്കോസ് ഓഫ് എന്താണ്, ദർ ഇസ് എ റാലി ബേസ് റാലി. ഓക്കെ, അങ്ങനെ നമുക്ക് കിട്ടിയ ബേസ് ആണ് നമ്മളിവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടേക്ക് വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബേസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്തൊരു ഏരിയ. ഇത് നോക്കൂ നിങ്ങൾ, ദർ ഈസ് എ സ്ട്രോങ് മൊമെൻറ്റം. ഓക്കെ, സ്ട്രോങ് മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഒരു ലിറ്റിൽ അക്യുമുലേഷനെയാണ് നമ്മൾ ഇങ്ങോട്ട് ഒരു ബേസ് എന്നുള്ള രീതിയിൽ വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ പ്രൈസ് എന്താണ്, ഫസ്റ്റ് ഒരു പ്രാവശ്യം ബേസിൽ തട്ടി റിയാക്ട് ചെയ്തു, എഗെയിൻ പ്രൈസ് എന്ത് ചെയ്യുന്നു, തട്ടി റിയാക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ്, അത് റിയാക്ഷനബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വീക്ക്ലി ടൈം ഫ്രെയിമിൽ നിന്ന് 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് എന്ത് ചെയ്യുന്നു, ഒരു ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറോടുകൂടി പ്രൈസ് താഴേക്ക് വരികയാണ്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് അത് തട്ടിയതിന് ശേഷം, അതായത് നമ്മളുടെ സോൺ മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ എന്താണ്, ഒരു സ്ട്രോങ് ബുള്ളിഷ് മൊമെൻറ്റം കാണാൻ വേണ്ടി പറ്റി. കണ്ടോ, നമുക്കൊരു സ്ട്രോങ് ബുള്ളിഷ് മൊമെൻറ്റം വിത്ത് FEG. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഒരു സോണ് നമ്മൾ ഈ ഒരു സോൺ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നു. ഓക്കെ, നമ്മൾ ഈ ഒരു സോണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നു. ഓക്കെ, നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ റീറ്റെയിൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏതാണ്, നിയറസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ. ഇത് തന്നെയാണ് നിയറസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ എന്താണ്, മോസ്റ്റ് ഓഫ് ദ റീറ്റെയിലേഴ്സ് ചെയ്യുന്നത് എന്താണ്, പ്രൈസ് ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഓക്കെ, പ്രൈസ് എന്താണ്, ഇത് ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് ടാർഗറ്റ് അതിനനുസരിച്ച് ഇങ്ങനെ പോകും. ഓക്കെ, പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഡിമാൻഡ് ബേസുകളാണ് കണ്ടെത്തുന്നത്. ഓക്കെ, ഡിമാൻഡ് ബേസ് ആണ് കണ്ടെത്തുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബേസ് ആണ്. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബേസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൈസ് നമ്മൾ ഒരു റെസിസ്റ്റൻസിൽ എൻട്രി എടുക്കാതെ നമ്മൾ റെസിസ്റ്റൻസിൽ നിന്നും പ്രൈസ് റീട്രേസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി ഡിമാൻഡ് സോണിലേക്ക് വന്ന് ഒരു ഡിമാൻഡഡ് എൻട്രിയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് നമ്മൾ 4 അവറിലേക്ക് നമ്മൾ ഇടുകയാണെങ്കിൽ നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് എവിടെയായിരിക്കണം, നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് നമ്മളുടെ ഡിമാൻഡ് സോൺ ഏതാണോ അവിടെ ആയിരിക്കണം നമ്മളുടെ എൻട്രി. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എവിടെയായിരിക്കണം, നമ്മളുടെ ബേസിന് താഴെ ആയിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് മിനിമം 1:2. ഓക്കെ, മിനിമം 1:2. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് എന്ത് ചെയ്യും, നമ്മളുടെ സോൺ മിറ്റിഗേറ്റ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ ആക്ച്വൽ ബ്രേക്ക് ഔട്ട് ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ എന്താണ്, അത് ഫേക്ക് ഔട്ട് ആവാനുള്ള പോസിബിലിറ്റിയാണ്. പ്രൈസ് എഗെയിൻ ഡിസ്കൗണ്ടിലേക്ക് വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഡിസ്കൗണ്ടിൽ നിന്നായിരിക്കും പ്രൈസിൻ്റെ ആ ഒരു ആക്ച്വലിലുള്ള മൂവ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അദാനി പോർട്ടിൻ്റെ ചാർട്ടാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ 1 ഡേ ചാർട്ടിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് പ്രൈസ് പ്രോപ്പറായിട്ട് ഡൗൺ ട്രെൻഡിന് ശേഷം പ്രൈസ് ഇവിടെ ഒരു സ്ട്രോങ് സോൺ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. റൈറ്റ് ഹിയർ ഇവിടെ നോക്കൂ, പ്രൈസിൻ്റെ ഒരു സ്ട്രോങ് ബുള്ളിഷ് മൊമെൻറ്റം കണ്ടില്ലേ, ഒരു സ്ട്രോങ് ബുള്ളിഷ് മൊമെൻറ്റം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് പ്രൈസ് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് റൈറ്റ് ഹിയർ ഇവിടെ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, നിയറസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ റെസിസ്റ്റൻസിന് താഴെയായിട്ട് നമുക്ക് ബേസ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ബേസ് കാണാൻ വേണ്ടി പറ്റും. ഏതാണ് നമ്മളുടെ ബേസ്? നമ്മളുടെ ബേസ് എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ ഈ ഒരു ഏരിയ നമുക്കൊരു ബേസ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് പ്രോപ്പറായിട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തെടുക്കുന്നതിനേക്കാൾ നല്ലത് പ്രോപ്പറായിട്ട് പ്രൈസ് കുറച്ചുകൂടി ഡിമാൻഡഡ് ആയിട്ട് വന്നിട്ട് നമ്മളുടെ ഈ ഒരു ഡിമാൻഡ് സോണിൽ നിന്ന് മിറ്റിഗേറ്റ് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് കൂടുതലും ഡിമാൻഡ് സോൺ എന്ന് എടുക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് 4 അവറിലേക്ക് പോയി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യുന്നു, പ്രൈസ് നമ്മളുടെ റെസിസ്റ്റൻസിലേക്ക് വരുന്നു, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ആണെങ്കിൽ എന്താണ് ഒരുപാട് പേര് ഇവിടെ നിന്നായിരിക്കും എൻട്രി. ഓക്കെ, ഒരുപാട് പേരുടെ എൻട്രി എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ ഇവിടെ നിന്നായിരിക്കും. ബിക്കോസ് ഓഫ് എന്താണ് 1 ടച്ച്, അതായത് പ്രൈസ് മുകളിലേക്ക് പോകുന്നു, 1 ടച്ച് 2 ടച്ച് 3 ടച്ച്. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിരിക്കും ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫേക്ക് ഔട്ടിൻ്റെ ലോജിക്സ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നിയറസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ബേസ് കിട്ടിയിട്ടുണ്ട്, ഒരു ഡിമാൻഡ് ബേസ് കിട്ടിയിട്ടുണ്ട്. ഈ ബേസ് എന്ന് പറയുന്നത് എന്താണ്, ദർ ഈസ് എ ഡ്രോപ്പ് ബേസ് ഡ്രോപ്പ്. ഓക്കെ, ഡ്രോപ്പ് ബേസ് ഡ്രോപ്പിലെ ബേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് എപ്പോഴും ഇവിടെ നിന്നായിരിക്കണം, എവിടെയാണോ ബേസ് ഞാൻ ഒന്നുകൂടി പറയുന്നു, സ്ട്രോങ് ബുള്ളിഷ് മൊമെൻറ്റം കിട്ടിയിട്ടുള്ള ഏരിയ. ഓക്കെ, സ്ട്രോങ് ബുള്ളിഷ് മൊമെൻറ്റം ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ഇവിടെ സ്ട്രോങ് ബുള്ളിഷ് മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഏരിയ ടു ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. ഈ മൊമെൻറ്റം കിട്ടിയതിൻ്റെ ഒറിജിനാണ് നമ്മളുടെ ബേസ്. ഓക്കെ, നമ്മളുടെ ബേസ്. ഓക്കെ, അപ്പോൾ ആ ബേസിലേക്ക് പ്രൈസ് വരുമ്പോഴായിരിക്കണം നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത്, ആ ബേസിന് താഴെയായിരിക്കണം നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. നിയറസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏതാണ് അതായിരിക്കാം നമ്മളുടെ, അല്ലെങ്കിൽ അത് സെറ്റ് ചെയ്യുക നമ്മളുടെ ടാർഗറ്റ്, അല്ലെങ്കിൽ നമ്മളുടെ റിസ്ക് റിവാർഡ് അനുസരിച്ചിട്ട് നമുക്ക് മിനിമം 1:2 എങ്കിലും നമുക്ക് റിസ്ക് റിവാർഡ് വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ ബ്രേക്ക് ഔട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഫേക്ക് ഔട്ട് ആയിട്ട് വരുന്നു. അതിനുശേഷം പ്രൈസ് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളുടെ ബേസിലേക്കായിട്ട് വരുന്നു. അതായത് പ്രൈസ് റീട്രേസ് ചെയ്ത് പ്രൈസ് താഴേക്ക് വന്ന് ഡിമാൻഡഡ് ആയിട്ടുള്ള നമ്മളുടെ ബേസിൽ നിന്ന് ഓർഡർ എടുത്തിട്ടായിരിക്കും പ്രൈസിൻ്റെ ആ ഒരു അപ്പ് മൂവ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് SBIയുടെ 1 വീക്ക് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ SBIയുടെ 1 വീക്ക് ടൈം ഫ്രെയിമിൽ എങ്ങനെയാണ് പ്രൈസ് ഒരു മേജറായിട്ട് പുഷ് നടന്ന അല്ലെങ്കിൽ മേജറായിട്ട് ഇവിടെ എന്താണ് നോക്കൂ, ദർ ഈസ് എ റാലി നടന്ന ഏരിയയിലേക്ക് അറൗണ്ട് പ്രൈസ് വന്ന് പ്രൈസ് അറൗണ്ട് എന്താണ് നമ്മളുടെ സോൺ മിറ്റിഗേറ്റ് ചെയ്യാതെ തന്നെ ഇവിടെ എന്താണ് നമ്മൾ ICTയിൽ പഠിച്ചതുപോലെ തന്നെ ദർ ഈസ് എ ഇൻഎഫിഷ്യൻസി റൈറ്റ് ഹിയർ, ഇംബാലൻസ് മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് ആക്ച്വലി മുകളിലേക്കുള്ളൊരു മൂവ് തന്നിട്ടുള്ളത്. ഓക്കെ, നമ്മളുടെ ആ ഒരു ഇൻഎഫിഷ്യൻസി മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എഗെയിൻ നമ്മളൊരു 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രൈസ് നിയറസ്റ്റ് ആയിട്ട് എന്താണ് ദർ ഈസ് എ റെസിസ്റ്റൻസിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അതായത് നിയറസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ. ഓക്കെ, നിയറസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസിലേക്ക് പ്രൈസ് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ആളുകൾ റെസിസ്റ്റൻസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ നോക്കേണ്ട എന്താണ്, ഡിസ്കൗണ്ടഡ് ആയിട്ട് താഴെയായിട്ട് എന്ത് വേണം, നമുക്ക് ബേസ് വേണം. ഓക്കെ, അപ്പോൾ റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യുന്നു, ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഇവിടുത്തെ ബൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഫേക്ക് ഔട്ടിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ 4 അവറിലേക്ക് ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു ബേസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നോക്കൂ, ദർ ഈസ് എ റാലി, അതായത് ദർ ഈസ് എ ബേസ്, അതിനുശേഷം ദർ ഈസ് എ റാലി. ഓക്കെ, നോക്കൂ, ദർ ഈസ് എ റാലി, ദർ ഈസ് എ ബേസ്, ദർ ഈസ് എ റാലി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ആ ബേസ് നമ്മൾ അങ്ങ് മാർക്ക് ചെയ്ത് വെക്കുന്നു. ഓക്കെ, നമ്മളുടെ ബേസ് നമ്മൾ റൈറ്റ് ഹിയർ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ആ ബേസ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇപ്പം പ്രൈസ് ഉള്ളതിന് താഴെയാണ് ആക്ച്വലി നമ്മളുടെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ബേസിലേക്ക് പ്രൈസ് എപ്പം വരുന്നു അവിടെ നിന്നായിരിക്കും നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത്. പ്രോപ്പറായിട്ടുള്ളൊരു ഡിമാൻഡ് സോണാണ്.
ഒരു കണ്ടിന്യൂഷൻ ഡിമാൻഡ് സോൺ, അതായത് റാലി, അതിനുശേഷം ദർ ഈസ് എ ബേസ്, അതിനുശേഷം റാലി. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റാലി, നമ്മളുടെ ഈ ഒരു സ്ട്രോങ് മൂവിൻ്റെ ഒറിജിനാണ് നമ്മൾ ബേസ് ആയിട്ട് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബേസിലേക്ക് പ്രൈസ് എപ്പം വരുന്നു, അതായത് ഞാൻ പറഞ്ഞു പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യുക, നമ്മളുടെ ബേസിലേക്ക് പ്രൈസ് എപ്പോൾ വരുന്നു അപ്പോഴായിരിക്കും നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത്, നമ്മളുടെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് മിനിമം 1:2. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പ്രൈസ് നിയറസ്റ്റ് ടു അല്ലെങ്കിൽ ക്ലോസ് ടു എവിടെ എത്തിയിട്ടുണ്ട്, റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസിൽ എത്തുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ അവിടെ ഫേക്ക് ഔട്ടിനുള്ള ഒരു പ്രോബബിലിറ്റി അവിടെ കൂടുതലാണ്. ഓക്കെ, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസിൽ ടാപ്പ് ചെയ്ത് പ്രൈസ് എന്ത് ചെയ്യുന്നു, അക്യുമുലേറ്റ് ചെയ്ത് പ്രൈസ് നേരെ താഴെ വന്നു, നമ്മളുടെ ബേസ് മിറ്റിഗേറ്റ് ചെയ്തു, ബേസിൽ നിന്ന് ഓർഡർ എടുത്തു, എന്നിട്ടാണ് പ്രൈസിൻ്റെ റിയൽ മൂവ് പ്രൈസ് മുകളിലേക്ക് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ നോക്ക് നിങ്ങൾ, പ്രൈസ് റാലി, ബേസ് റാലി ക്രിയേറ്റ് ചെയ്തു. ഇവിടെ എന്താണ് പ്രോപ്പറായിട്ടൊരു അഗ്രസീവ് എൻട്രി എടുക്കുന്ന ഒരാളുകളൊക്കെ ആണെങ്കിൽ ഇവിടെ ട്രാപ്പ് ആയിട്ടുണ്ടാവും. പ്രൈസ് അഗെയിൻ ലോവറിലേക്ക് വന്നു, നമ്മളുടെ ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള നമ്മളുടെ ഡിമാൻഡ് ബേസ്ഡ് എൻട്രി എടുത്തിട്ടാണ് ആക്ച്വലി ഈ ഒരു മൂവ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ബേസുകൾ ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് പറയുന്നത്. അറ്റ് ലാസ്റ്റ് നമ്മളൊരു എക്സാമ്പിൾ കൂടി നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ NTPCയുടെ 1 day ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്കിവിടെ ഒരു ബുള്ളിഷ് ബൈയിങ് മൊമെൻറ്റം തന്നിട്ടുണ്ട്. ഓക്കെ, ഈ മൊമെൻറ്റം തന്നത് എപ്പോഴാണ് നോക്കുകയാണെങ്കിൽ ദ ലാസ്റ്റ് ലോ, നമ്മളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് എല്ലാം കളക്ട് ചെയ്തും കൊണ്ടാണ് ആക്ച്വലി നമുക്ക് മുകളിലേക്കുള്ളൊരു മൂവ് വന്നിട്ടുള്ളത്. ഓക്കെ, ഈ ലിക്വിഡിറ്റീസ് എല്ലാം കളക്ട് ചെയ്തും കൊണ്ടാണ് പ്രൈസ് മുകളിലേക്കായിട്ട് നമുക്കൊരു മൂവ് വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ 4 hourലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു ബേസ് ഫോർമേഷൻ കൂടി കിട്ടിയിട്ടുണ്ട്. നോക്കൂ, ലിക്വിഡിറ്റീസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് സ്ട്രോങ് മൂവ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ബേസ് എന്ന് പറയുന്നത് ഏതായിരിക്കും, നമ്മളുടെ ബേസ് എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ ഇതായിരിക്കണം ആക്ച്വലി എന്ത്, നമ്മളുടെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ എന്താണ് റൈറ്റ് ഹിയർ നമ്മൾ പറഞ്ഞ പോലെ റെസിസ്റ്റൻസ് 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 ഇതെല്ലാം ബ്രേക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ നോക്കൂ, ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു റിവേഴ്സൽ ആയിട്ടുള്ള ബേസാണ്, അതായത് ഡ്രോപ്പ്, എ ബേസ്, അതിനുശേഷം റാലി. ഓക്കെ, അപ്പോൾ നമ്മളുടെ ബേസ് എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ ഇതാണ് നമ്മളുടെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും പ്രൈസ് ബേസിലേക്ക് വരണം. അതായത് ബേസിലേക്ക് വരിക മീൻസ് പ്രൈസ് ഡിസ്കൗണ്ടിലേക്കായിട്ട് വരണം. ഓക്കെ, അപ്പോൾ നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് എപ്പോഴും ഇവിടെ നിന്നായിരിക്കണം, ഡിസ്കൗണ്ടിൽ, അതായത് നമ്മളുടെ ബേസിലായിരിക്കണം നമ്മളുടെ എൻട്രി. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് മിനിമം 1:2, മിനിമം 1:2. എക്സ്റ്റേണൽ ആയിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന ടാർഗറ്റ്സ് ഒക്കെ വെക്കാം, അത് ഓരോരുത്തരുടെ ഹോൾഡിംഗ് കപ്പാസിറ്റി അനുസരിച്ച്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ പ്രോപ്പറായിട്ട് ഹയർ ടൈം ഫ്രെയിമിൽ സ്ട്രോങ് ബുള്ളിഷ് മൊമെൻറ്റം വന്നിട്ടുള്ള ബേസിലായിരിക്കും നമ്മളുടെ എൻട്രി, നമ്മളുടെ സോൺ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് നിയറസ്റ്റ് ആയിട്ട് പ്രൈസ് എന്ത് ചെയ്യുന്നു, ആ ഒരു ബേസിലേക്ക് വന്ന് അവിടെ നിന്ന് ഓർഡർ എടുക്കുമ്പോഴായിരിക്കും നമ്മളുടെ എൻട്രി. ടാർഗറ്റ് എന്ന് പറയുമ്പോൾ മിനിമം 1:2. ഗോട്ട് ഇറ്റ്. അപ്പം അറ്റ് ലാസ്റ്റ് നമ്മൾ എന്താണ് കൺക്ലൂഷൻ പാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു വോൾ സെഷൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് സിമ്പിളാണ്. പ്രോപ്പറായിട്ട് എന്താണ് മാർക്കറ്റിലെ ബേസുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ബേസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് റാലി ബേസ് റാലി, ഒരു കണ്ടിന്യൂഷൻ ബേസ് കിട്ടും, ഡ്രോപ്പ് ബേസ് റാലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിവേഴ്സൽ ബേസും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ ബേസ് ഐഡൻറ്റിഫൈ ചെയ്തും കൊണ്ട് ലോവർ ടൈം ഫ്രെയിമിൽ എക്സിക്യൂട്ട് ചെയ്യുക. ഈ ബേസ് എന്ന് പറയുന്നത് എന്താണ്, പ്രോപ്പറായിട്ടുള്ള ഡിമാൻഡ് ബേസുകളായിരുന്നു നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഡിമാൻഡ് സോൺ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സ്ട്രോങ് ബുള്ളിഷ് മൊമെൻറ്റം വന്നതിൻ്റെ ഒറിജിൻ ആയിരിക്കും നമ്മളുടെ ഡിമാൻഡ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഡിമാൻഡ് ബേസിലേക്ക് പ്രൈസ് എത്താനുള്ള പേഷ്യൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, പേഷ്യൻസ് 2 രീതിയിൽ വേണം. ഒന്ന് നമ്മളുടെ ട്രിഗർ പോയിന്റിലേക്ക് എത്താനും അതുപോലെ തന്നെ നമ്മളുടെ ടാർഗറ്റ് ഏരിയയിലേക്ക് എത്താനുള്ള പേഷ്യൻസും വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രയും കാര്യമുള്ളൂ. നമ്മൾ സ്റ്റോക്സിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ബേസുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ആ ബേസിലേക്ക് പ്രൈസ് വരുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്, പ്രോപ്പറായിട്ട് എൻട്രി എടുക്കുക. ഓക്കെ, അപ്പോൾ ബേസുകൾ എപ്പോഴും എന്തായിരിക്കും, ഏരിയ ഓഫ് ഇൻട്രസ്റ്റിന് മാച്ച് ആയിരിക്കും. അതായത് ഒരു ഡിമാൻഡ് സോണ് എപ്പോഴും അല്ലെങ്കിൽ മോർ ഓഫ് ദ ടൈം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡിസ്കൗണ്ടിലായിരിക്കും. പകരം നമ്മളൊരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡാണ് ചെയ്യുന്നതെങ്കിൽ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇറ്റ്സ് മോർ ദാൻ ഇനഫ്. ഓക്കെ, താങ്ക് യു.